ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് 1 കൊരിന്ത്യർ 12 അധ്യായം പഠിച്ചുകൊണ്ടിരുന്നത്. അതില് ഗിഫ്റ്റുകളെ 3ആയിട്ട് തിരിക്കുന്നതല്ല, 3ആയിട്ട് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 എന്തൊക്കെയായിരുന്നു? മനസ്സിന്റെ ആണ്, ഗിഫ്റ്റ് ഓഫ് നോളജ്, വിസ്ഡം, അതെ, ഡിസേൺമെന്റ്. രണ്ടാമത്തത് നമ്മൾ അവസാനത്തെ 3 ചിന്തിച്ചു, ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ്, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ദെൻ വോക്കലായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു വരുന്ന ആൻഡ് പ്രൊഫസി. അതിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ് നമ്മൾ അവസാനം പറഞ്ഞു തീർത്തതാണ്. ജസ്റ്റ് ഗിഫ്റ്റുകളെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യം എന്ന് ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ അത് മറന്നുപോകും. ഗിഫ്റ്റ് കർത്താവിന്റെ സഭയിലുള്ള അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ദൈവം നൽകിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ടു എവരിബഡി എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ പിന്നെ കിട്ടുന്ന ബേസ് നമ്മൾ ചിന്തിച്ചതാ കൃപയുടെ ബേസിലാണ് ഓരോരുത്തർക്കുള്ള കൃപ. അത് എന്നും റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല. കൃപ കിട്ടുന്ന ബേസും നമ്മൾ ചിന്തിച്ചാണ്. ഏറ്റവും ഹമ്പിൾ ആയിട്ടുള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ കൃപ, ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ആൾക്ക് ഏറ്റവും കൃപ കുറവായിരിക്കും. മീൻസ് രക്ഷിക്കപ്പെട്ടവരില്ലേ, കാരണം രക്ഷിക്കപ്പെട്ടവരിൽ വ്യത്യാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ കർത്താവിന് ജീവിതം കൊടുക്കാത്തവരെ ഉദ്ദേശിച്ചിട്ടല്ല. ദെൻ നമ്മൾ ചിന്തിച്ചത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ചിന്തിച്ചു. ഫെയ്ത്തിൽ നമ്മൾ ഏലിയായുടെ ഫെയ്ത്ത് ചിന്തിച്ചു. ഏലിയായുടെ നമ്മൾ ആ ഫെയ്ത്ത് കൊണ്ട് നേടിയ കാര്യം ചിന്തിച്ച്, അതായത് 7 തവണ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിക്കൊള്ളണമെന്നില്ല, ഇറ്റ് മേ ടേക്ക് സംടൈംസ് ടൈം. ഏലിയ 7 തവണ പ്രാർത്ഥിച്ചു. ഓരോ തവണയും പ്രാർത്ഥന, അതായത് സ്റ്റഡി ആയിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള ആ ഉറപ്പ്, അത് ആ ഗിഫ്റ്റായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ പ്രാപിക്കേണ്ടതാണ്. എന്നാലും മഴ പെയ്യില്ല എന്ന് ഏലിയ പറഞ്ഞ ഗിഫ്റ്റ്, അത് ഇത്രയോടെ ഒരു പവർഫുൾ ഗിഫ്റ്റാണ്. പവർഫുൾ മീൻസ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് തന്നെ എന്താ പറയുക, എല്ലാ ഗിഫ്റ്റിനും അതിന്റെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ കർത്താവിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആക്ട് ചെയ്തു, കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു. അതൊക്കെ വെരി റയർ ആയിട്ടുള്ള ഫിനോമിന. പത്രോസ് ഉയർപ്പിച്ചിട്ടുണ്ട്, പൗലോസ് ഉയർപ്പിച്ചിട്ടുണ്ട്. ഏലിയ ആ മഴ ഇരിക്കാനായിട്ട് പറഞ്ഞതാണ്. ശരിക്ക് അത് നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ഏലിയ പറയുന്നതിന് നമുക്ക് അറിയാവുന്നതാണ്. 1 രാജാക്കന്മാർ 17:1 ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യില്ല. അത് ഗിഫ്റ്റാണ്. കാരണം ഏലിയ ദൈവത്തോട്ട് പ്രാർത്ഥിക്കുകയല്ല ഇത്, ഇവിടെ ഇനി മഴ പെയ്യിക്കരുത് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല ഇത്. അതാണ് ആ അതോറിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ദൈവസന്നിധിയിൽ. ഇത് തന്നെ കർത്താവ് സഭയ്ക്ക് പ്രത്യേകമായിട്ട് നൽകിയിരിക്കുന്നതാണ്. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും. നമുക്കറിയാം പൗലോസ്, ഇത് ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു എക്സാമ്പിൾ ഒന്ന് എടുക്കാൻ, ആക്ട്സ് 13 കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ബൈബിൾ ഈസ് ദി സിംപ്ലസ്റ്റ് ബുക്ക്. ബൈബിളിൽ എന്തൊക്കെ വാഗ്ദത്തങ്ങളുണ്ടോ ഇതെല്ലാവരും അനുഭവിക്കാൻ വേണ്ടി ദൈവം തന്നേക്കുന്ന. അല്ല നമ്മൾ വിചാരിക്കരുത് അവർക്ക് ഇതൊക്കെ ഉണ്ട്. നോ, നമ്മളെല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലുള്ള യോഗ്യത എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള യോഗ്യത അല്ലാതെ ആർക്കും ഒരു യോഗ്യതയില്ല. എന്നാൽ കർത്താവ് വഴി നമുക്ക് എല്ലാവർക്കും യോഗ്യത ഉണ്ട് താനും. ആക്ട്സ് 13 മുഴുവൻ വായിക്കണ്ട, 6 തുടങ്ങി വായിക്കുമ്പോൾ, അവർ ദ്വീപിലുടനീളം ചുറ്റി സഞ്ചരിച്ച് പാഫോസ് വരെ എത്തിയപ്പോൾ വ്യാജ യഹൂദപ്രവാചകനായ ബർയേശു എന്ന മാന്ത്രികനെ കണ്ടുമുട്ടി. ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസിന്റെ ഉപസ്ഥാനപതിയുടെ കൂടെയായ ഉപസ്ഥാനപതി ബർന്നബാസിനെയും സൗലിനെയും വിളിച്ചു വരുത്തി ദൈവവചനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മാന്ത്രികനായ എലീമാസ്, അതായത് പേരിന്റെ അർത്ഥം വിശ്വാസത്തിൽ നിന്നും ഉപസ്ഥാനപതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. എന്നാൽ പൗലോസ് എന്നുകൂടി വിളിക്കപ്പെട്ടിരുന്ന സൗൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അയാൾ ഉറ്റുനോക്കി പറഞ്ഞു, ഹേ സർവ്വ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, സാത്താന്റെ മകനെ, സകല നീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ വളവുള്ളവയാക്കി തീർക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ല. കണ്ടാലും കർത്താവിന്റെ കരം നിന്റെ മേൽ ഇപ്പോൾ വധിക്കും, നീ അന്ധനായി തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ കാണാൻ നിനക്ക് കഴിവുണ്ടാകില്ല. ഉടൻ തന്നെ മൂടൽ മഞ്ഞും ഇരുളും അയാളെ മൂടി. തന്നെ കൈപിടിച്ച് നിർത്താൻ ആളുകളെ തേടി അയാൾ ചുറ്റി നടന്നു. സംഭവിച്ചവ കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തിൽ വിസ്മയഭരിതനായി വിശ്വാസം സ്വീകരിച്ചു. അതെ, ഇവിടെ പൗലോസ് പറയുന്നത്, ഹേ സർവ്വ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ,
സാത്താന്റെ മകനെ, സകല നീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ വളവുള്ളവയാക്കി തീർക്കുന്നതിൽ നിന്ന് നീ വിരമിക്കയില്ലേ. കണ്ടാലും കർത്താവിന്റെ കരം നിന്റെ മേൽ ഇപ്പോൾ പതിക്കും, നീ അന്ധനായി തീരും, കുറെ കാലത്തേക്ക് സൂര്യനെ കാണാൻ നിനക്ക് കഴിവുണ്ടാകുകയില്ല. അവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയല്ല. ഇതാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ, ദി എൻ്റയർ ഹെവൻലി പവർ ഈസ് ബിഹൈൻഡ് യു. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം ഇമ്മാനുവേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെയെന്ന്. ഇവിടെ പൗലോസ് പറഞ്ഞപ്പോ നീ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിക്കും ദൈവം നൽകിയിരിക്കുന്ന പ്രാഗൽഭ്യം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പ്രാഗൽഭ്യത്തെ കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ല, നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. കർത്താവ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ ബന്ധിച്ചാൽ അത് സ്വർഗം ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ പൗലോസും കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു. അതേ ബന്ധത്തിൽ നമ്മൾ എത്തിപ്പെട്ടാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ വായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവം എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കും. അത് അതിന്റെ വാചന ഏതാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് വേർഡ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വിചാരിക്കും നമ്മൾ അനാഥരാണ്, നമ്മളെ ആരും നോക്കുന്നില്ലല്ലോ. ദി എൻ്റയർ ഹെവൻലി പവർ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ നമുക്കറിയാം ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മളെ അത്രത്തോളം, അത് ബൈബിളിൽ ഒരു യുണീക്ക് വേർഡ്, അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വേർഡാണ്. അറിയാമോ? ബൈബിളിൽ നമ്മൾ പറയുന്ന പോലെ 19 കമാൻഡില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാ പറയും അറിയാം? ജോൺ 17:23 വായിച്ചു നോക്കി. കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട. കാരണം എങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി വരില്ല. അതായത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഓരോരുത്തരെയും ദൈവം എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് അറിഞ്ഞാല് വായിക്കാം. 17 അനുമതി. ഞാൻ അവരിലും നീ എന്നിലുമായിരിക്കുന്നു, അങ്ങനെ അവർ പൂർണ്ണമായി ഒന്നാകട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും. അത് തന്നെ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിച്ചിരുന്നത് പോലെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. അതെ, നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചു എന്നും ലോകം അറിയട്ടെ. അപ്പൊ ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കർത്താവിന്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവിന്റെ അവസാനത്തെ പ്രാർത്ഥനയാണ്. കർത്താവ് പറയാണ് നീ എന്നെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ വചനം കേട്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ദൈവം അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ പൗലോസ് പറഞ്ഞപ്പോൾ അതിൻപടി സംഭവിച്ചെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? പൗലോസ് എങ്ങനെ ജീവിച്ചു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അതിന് ബിയോണ്ട് ഉള്ളത് നമുക്കറിയില്ല, അത് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ പൗലോസ് പോയ വഴിക്കൂടെ നമ്മൾ പോയാൽ ദൈവം ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഇപ്പൊ കർത്താവിനെ സ്നേഹിച്ചപ്പോൾ, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമായതുകൊണ്ടല്ല ഇത്. ദൈവത്തോടുള്ള തുല്യതയെ മുറുകെ പിടിക്കാതെ ഹി ബിക്കെയിം എ മാൻ ലൈക്ക് യു ആൻഡ് മീ. അപ്പൊ ഈ കർത്താവിനെ ഇത്രയേറെ സ്നേഹിക്കാൻ അതിൽ കാരണങ്ങൾ എഴുതിയിട്ടുണ്ട് പല സ്ഥലത്തും. ഒന്ന് ജോൺ 15 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള വിശ്വാസത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഏലിയ പറഞ്ഞ പോലെ ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ല ഈ ദേശത്ത് മഴ പെയ്യില്ല എന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല. നോ, മഴയ്ക്ക് പതിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് എല്ലാറ്റിനും മേലും നിയന്ത്രണമുള്ളത്. വിശ്വസിക്കുന്നവര്, കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം ദൈവത്തെ വിശ്വസിച്ച് ഈ ഇലക്ട്രോമാഗ്നറ്റ് പോലെ, ഇലക്ട്രോമാഗ്നറ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള പിള്ളേർക്ക് അറിയാം. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊരു സോഫ്റ്റ് മാഗ്നറ്റാണ്. അത് ഈ ചാർജ് ഉള്ള സർഫസുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒറിജിനൽ ഈ രണ്ടിനും ഒരേ മാഗ്നറ്റിക് പവറാണ്. കറണ്ട് ഓഫ് ചെയ്താൽ മാഗ്നറ്റിസം പോയിട്ട് താഴേക്ക് കയറും, ഒരു പവറും ഇല്ല. കർത്താവായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് ആ ദൈവമാകുമല്ല, ദൈവത്തിന്റെ എൻ്റയർ പൊട്ടൻസി അവരിലൂടെ ഫ്ലോ ചെയ്യും. ഇപ്പൊ ലോകത്തിലൊരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് നമ്മൾ ട്രാഫിക്കിലൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്, 20 ടണ്ണുള്ള ഒരു ട്രക്ക് ഓടിച്ചു വരിക. 20 ടണ്ണുള്ള ട്രക്കിന്റെ ഹോഴ്സ് പവർ ഒക്കെ വളരെ ഹൈയാണ്. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, 50 കിലോ ഉള്ള ഒരു പോലീസുകാരൻ കൈ കാണിച്ചാൽ അതവിടെ നിൽക്കും, ഇല്ല നിർത്തില്ലേ? കാരണം ആ ഡ്രൈവർ അത് കടന്നു പോകത്തില്ല. അതിന്റെ കാരണം എന്താ? അതോറിറ്റിയാണ്. അതായത് ആ പോലീസുകാരൻ 50 കിലോ 60 കിലോ ആയിക്കോട്ടെ, ദി എൻ്റയർ ഗവൺമെന്റ് ആ പോലീസുകാരന്റെ പുറകെ നിൽക്കുന്നുണ്ട്. പോലീസുകാരന്റെ ആ ചെറിയ പോലീസുകാരനാണെങ്കിലും ആ പോലീസുകാരന്റെ കൽപ്പനയെ അതിലംഘിച്ച് പോയാൽ വണ്ടിയുടെ ഡ്രൈവർ പ്രശ്നത്തിലാകും. സെയിം വേ
നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇൻവിസിബിൾ ആണെങ്കിലും ദി എൻറ്റയർ ഹെവൻലി പവർ ഈസ് ബിഹൈൻഡ് അസ്. നമ്മൾ പൗലോസ് പറഞ്ഞു, ആ ഭൂതബാധയായിട്ടുള്ള പെങ്കൊച്ചിനോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബാധയോട് പുറത്ത് കിടക്കാൻ പറഞ്ഞു. ആ സെക്കൻഡിൽ കടന്നു. ഈ സുവിശേഷത്തിന് തടസ്സം നിന്നവനോട് ഈ നിമിഷം നീ അന്ധനാകും എന്ന് പറഞ്ഞു. ആ നിമിഷം അന്ധനായി. അപ്പോൾ കർത്താവിന്റെ ലൈഫ് എടുത്താല് നോക്ക്, ആ വെള്ളം നിറച്ച ഭരണികളിലുള്ള ആ വെള്ളത്തെ വീഞ്ഞായി, എന്താ പറഞ്ഞത്, കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു. വിളമ്പിപ്പോ അത് വീഞ്ഞായി കഴിഞ്ഞിരുന്നു. മരിച്ച ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോ പുറത്തു വന്നു. കാരണം ദി എൻറ്റയർ ഹെവൻ ഈസ് ബിഹൈൻഡ് ജീസസ് അറ്റ് ദാറ്റ് ടൈം. കാരണം വിശ്വസിക്കുന്നവർക്ക് സെയിം പവർ ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ല ഒരു വ്യത്യാസവും ഇല്ല. കർത്താവിന്റെ ജീവിതം എടുക്കുമ്പോൾ ജോൺ 15 ഇപ്പൊ പൗലോസിന്റെ ജീവിതം നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചാൽ വീണ്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൗലോസിന്റെ ഒരു ഏറ്റവും എന്താ പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്, to attain the surpassing greatness of knowing my Lord Jesus Christ, I consider everything rubbish. അപ്പൊ ജീവിതത്തിൽ വിലയുള്ളതായിട്ട്, ഏറ്റവും വിലപ്പെട്ടതായിട്ട് കർത്താവിനെ കരുതുന്നവർക്ക് ഈ ക്വാളിറ്റിയിൽ എത്താൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഓപ്പൺ ടു ഓൾ. അതായത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് യേശു ക്രിസ്തു എന്ന് എണ്ണിയതായിരുന്നോ പൗലോസിന്റെ യൂണീക്ക്നെസ്? ആയിരുന്നു റീസൺ? അല്ല, മീൻസ് ദി അങ്ങനെയല്ല, ഒള്ളി വിലപ്പെട്ടതായിട്ട് എണ്ണിയത് കർത്താവിന് മാത്രം. അല്ല, ഏറ്റവും വിലപ്പെട്ടതായിട്ട് എണ്ണുന്നവരെ നമ്മളെല്ലാവരും, വി ആർ ഓൾ സെയിം അല്ലേ? നമ്മളെല്ലാവരും ഈ പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുന്നവരും പറയാറുണ്ട്, എല്ലാവരോടും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ക്രിസ്തു തന്നെയാണെന്ന് പറയാറില്ലേ? അല്ലെ, ഒന്നാം മധ്യസ്ഥൻ യേശു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിനെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് എണ്ണിയ കാര്യം നടക്കില്ല. അതായത് ജീവിതത്തിൽ വിലപ്പെട്ടതായിട്ട് ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തു ആണെങ്കിൽ പൗലോസിന്റെ പാഠശാലയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുക. നത്തിങ് എൽസ്. വേറൊന്നും ആകർഷകമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും സ്വീകാര്യമായിട്ടോ ഒന്നിനും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ജീവിതാവസ്ഥ. കർത്താവിന്റെ ജീവിതം എടുക്കുമ്പോൾ പൗലോസിന്റെ ആ യുണീക്ക് ഫീച്ചർ പറഞ്ഞെന്നുള്ളൂ. ജോൺ ചാപ്റ്റർ 15 എടുക്കുമ്പോൾ അതിന്റെ ശ്രദ്ധിക്കണേ, 15:9 തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ ഈ ഫെയ്ത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന, ഈ ഫെയ്ത്ത് ഉണ്ടാകാത്തതും അല്ലെ ഉണ്ടാകുന്നതിന്റെ റീസൺസാണ് ചിന്തിക്കുന്നത്. 15:9 തുടങ്ങി ശ്രദ്ധിച്ചാൽ മതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്റെ സ്നേഹത്തിൽ വാസം ഉറപ്പിക്കുക. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അതുപോലെ എന്നുള്ള ഇമ്പോർട്ടൻറ്റ്, അതുപോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ ആനന്ദം നിങ്ങളിലായിരിക്കാനും നിങ്ങളുടെ ആനന്ദം പൂർണ്ണമായിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇവിടെ കർത്താവ് പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചതിന്റെ റീസണായിട്ട് കർത്താവ് പറയുന്ന ഇതാണ്: ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ സ്നേഹത്തിൽ വസിക്കും. അപ്പൊ ഈ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ആലോചിച്ചു, ഈ ലോകത്തില് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ആഗ്രഹം നിഷേധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യൻ, അല്ലേ? സ്നേഹത്തിന്റെ ആഴം കൂടുന്തോറും പോസിബിൾ ആണെങ്കിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കും. സെയിം വേ കർത്താവിന്റെ സ്നേഹം നമ്മൾ വർദ്ധിക്കും തോറും നമ്മൾ പറയുന്ന കാര്യം കർത്താവിന് നോ പറയാൻ പറ്റത്തില്ല. മീൻസ് വചനപ്രകാരമായിരിക്കും കേട്ടോ, എന്തെങ്കിലും അല്ല. അപ്പൊ ഇവിടെ നമ്മൾ കർത്താവിന്റെ ജീവിതത്തിലെ ആ ഹെവൻലി റിസോഴ്സ് മുഴുവൻ പുറകെ നിൽക്കാനുണ്ടായിരുന്ന ഒരു കാരണം ഇതാണ്: എന്തെങ്കിലും ദൈവകൽപ്പന കർത്താവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അനുസരിക്കാതെ ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും കർത്താവിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. രണ്ടാമതൊരു കാര്യം, ജോൺ ചാപ്റ്റർ 8 അപ്പൊ നമ്മുടെ ഇതെല്ലാം എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ലൈഫ്, അല്ലാതെ ഇത് കുറച്ചു പേർക്ക് വേണ്ടിയിട്ട് മാത്രം എഴുതി വെച്ചേക്കുന്ന ഒരു ലൈഫല്ല. ജോൺ ചാപ്റ്റർ 8 അതിന്റെ 29 വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. 8:29. എന്നെ അയച്ചവൻ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ തനിയൊട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. മതി. അപ്പൊ ഒന്ന് ആലോചിക്കുക, ദി പ്രസൻസ് ഓഫ് ഗോഡ് ഓൾവേസ് വിത്ത് അസ്. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ എൻ്റെ കൺമുമ്പിൽ കാണുന്നു, അവൻ എൻ്റെ വലത് കൈപ്പുറത്തുള്ളതിനാൽ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ ചഞ്ചലപ്പം, നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ ചഞ്ചലമൊന്നും ഉണ്ടാകത്തില്ല. അത് എന്തൊക്കെയായാലും എൻ്റെ പറഞ്ഞേക്കുന്നത്, ദാവീദ് ആ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ കണ്ടതിന്റെ ബെനിഫിറ്റ്സ് കിട്ടി. അതൊക്കെ വേറെ സ്ഥലത്തെ ചാതി, ഇതൊക്കെ
എല്ലാവരും അവിയലായി പോയത്. എന്തൊക്കെയാ പറയുക ബെനിഫിറ്റ്? അല്ലെന്ന് ദാവീദ് പറയുന്നു, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ കൺമുമ്പിൽ കാണുന്നു, അവൻ എൻ്റെ വലത് കൈ പാടുണ്ട്. അതുകൊണ്ട് പർവ്വതം വന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ബൈബിളിനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുന്നത്, യു ഹാവ് ടു സ്റ്റഡി ദി വേർഡ് ആക്യുറേറ്റ്ലി. പർവ്വതം വന്ന കാര്യം ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ പറയാറില്ലേ, പണ്ട് ആരോ ബൈബിളിൽ കണ്ണ് കണ്ണടച്ചൊരു സ്ഥലം എടുത്ത് ഗൈഡൻസ് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇല്ലേ? നമ്മുടെ ഇടയിൽ കാണും, ഇല്ലേ? ആ, അപ്പം ആദ്യം വായിച്ചപ്പം കണ്ട് പൗലോസല്ല, യൂദാസ് കെട്ടി തൂങ്ങി ചത്തു. രണ്ടാമത് വീണ്ടും ഗൈഡൻസ് എടുത്ത് വായിച്ചു, നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് കണ്ടു. അതോടുകൂടി ബൈബിൾ അടച്ചു വെച്ചിട്ട് ഗൈഡൻസ് നോട്ടം നിർത്തി പോയെന്ന് പറഞ്ഞാല്, അപ്പൊ ഇതില് ആക്ട്സ് ചാപ്റ്റർ 2 ആക്ട്സ് ചാപ്റ്റർ 2:25 തുടങ്ങി വായിക്കുമ്പോ ശ്രദ്ധിക്കണേ, എപ്പോഴും കർത്താവിനെ കൺമുമ്പിൽ, ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം എപ്പോഴും കർത്താവിനെ കൺമുമ്പിൽ കാണില്ലെന്ന്. അതിന്റെ റിവേഴ്സാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആക്ട്സ് 2:25 തുടങ്ങി അനുഭവം വായിക്കാം. ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, കർത്താവിനെ ഞാൻ എല്ലാ സമയവും എന്റെ കൺമുമ്പിൽ ദർശിച്ചു, ഞാൻ ചഞ്ചലപ്പെടാതിരിക്കാൻ അവൻ എന്റെ വലതുവശത്തുണ്ട്. ആയതിനാൽ ഇനിയുള്ള പറയണ്ടേ, ആയതിനാൽ എന്റെ ഹൃദയം ആഹ്ലാദിച്ചു, എന്റെ നാവ് ആനന്ദഭരിതമായി, മാത്രമല്ല എന്റെ ജഡവും പ്രത്യാശയും നിവസിക്കും. 3 ഫോൾഡ് ആണ്. അതായത് ഹൃദയത്തിൽ ആനന്ദം, നാവിൽ നല്ല വാക്കുകള്, ശരീരത്തിന് സൗഖ്യം. അപ്പോ ഈ ശരീരത്തിന് പ്രശ്നമാണ്, വായിന്ന് വരുന്നത് ശരിയല്ല, പിന്നെ ഹൃദയത്തിൽ സന്തോഷം ഇല്ലെങ്കിൽ എന്റെ റീസൺ എന്തായിരിക്കും? അല്ല, കർത്താവിനെ കൺമുമ്പിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയല്ല നടക്കുന്നത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനോട് പറയും, ഇവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ്, ഞാൻ ഇവിടെ വരുന്ന പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ നിർത്തിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഹൃദയത്തിൽ സന്തോഷം, നാവിൽ നല്ല വാക്കുകള്, 3 ജഡത്തിന് വ്യത്യാസം, ജഡത്തിന് സൗഖ്യം, ഹൃദയത്തിൽ ആനന്ദം, നാവിലൂടെ നാവിലൂടെ അങ്ങനെ ചെയ്യുന്നത് നാവിലൂടെ ആനന്ദം എന്ന് പറഞ്ഞാല് എപ്പോഴും അതെ ഹൃദയത്തിൽ കർത്താവ് ഉള്ളവരുടെ നാവിന് വ്യത്യാസം വരും. കാരണം ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് ആത്മങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ റിവേഴ്സ് ആയിട്ട് നോക്കേണ്ടത്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ആ ആള് കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ കാണുന്ന ആളല്ല. നമ്മൾ കുറെ സമയത്തൊക്കെ കർത്താവിനെ കൺമുമ്പിൽ കാണുന്നവരെ നമ്മളെല്ലാവരും എപ്പോഴും കൺമുമ്പിൽ കണ്ടാൽ സ്റ്റഡി ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല, ഇല്ലേ? ആദ്യം നമ്മൾ ജോൺ 8:29 വരുമ്പോൾ, കാരണം കർത്താവിന്റെ ആ യുണീക് പവറിന്റെ റീസൺ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഹി വാസ് ഗോഡ്, കാരണം നമ്മെ പോലെ ഒരുവനായിരുന്നു എഴുതിയേക്കുന്നത്. അപ്പൊ ഈ 8 വായിച്ചാൽ മതി, 8:29 ഉണ്ടോ? എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ തനിയെ വിട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. ആ എപ്പോഴും എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിയാ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് ചെയ്യാറില്ലേ? പക്ഷെ ഈ കർത്താവിന്റെ യൂണീക്ക്നെസ് ഇതായിരുന്നു, അവൻ എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ തനിയെ വിട്ടിട്ടില്ല, നെവർ. കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് മാത്രം ചെയ്ത് ഇത് കർത്താവ് പെർഫെക്റ്റ് ആയിരുന്നു, നമ്മൾ ആ നിലയിൽ എത്തിയെന്നല്ല. ബട്ട് ഇഫ് യുവർ ഡിസയർ, അതാ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്. പൗലോസ് പറയുന്ന പോലെ നമ്മൾ ആരും നേടിയെന്നോ തികഞ്ഞെന്നോ എത്തിപ്പെട്ടെന്നോ അല്ല. പൗലോസ് പറയുന്ന പോലെ എന്നാൽ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക്. എന്താ ലക്ഷ്യം? എന്താ ഇപ്പൊ വായിച്ചത്? അതെ, എപ്പോഴും അവന് പ്രീതികരമായത് ചെയ്യാൻ. അവന് പ്രീതികരമായത് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ നമ്മുടെ സ്പിരിച്വൽ ഡിസേൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കാരണം നമ്മൾ കർത്താവിനോട് നമ്മുടെ സ്പിരിച്വൽ ഡിസേൺമെന്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഗോഡ്ലി ആയിരിക്കും. ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ എന്താ പറഞ്ഞ അരി വാങ്ങിക്കാൻ പോകുമ്പോൾ അരി വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ത്രാസിലാണോ സ്വർണം തൂക്കുന്നത്? ആണോ? അരി വാങ്ങിക്കാൻ പോകുന്നതിനകത്ത് ഒരു എന്താ പറയുക 10-30 ഗ്രാം പ്ലസ് ഒക്കെ ഇട്ട് തൂക്കി തരും, ഇല്ലേ? സെയിം വേ നമ്മുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി കൂടും നമ്മൾ കർത്താവിനോട് അടുക്കും തോറും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് ചെയ്യുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോരുമ്പോൾ കൈക്കൂലി കൊടുത്ത് ട്രെയിനിൽ റിസർവേഷൻ വാങ്ങിക്കുന്നത് തെറ്റാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കർത്താവിൽ വന്നതിന് ശേഷം. എന്നാൽ പിന്നീട് ബൈബിൾ വായിച്ചു വരുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും സെയിം ആണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാലങ്ങൾ കഴിയും തോറും, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് അടുക്കും തോറും, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും തോറും, ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 50 കിട്ടും മാത്തമാറ്റിക്സിന്. പക്ഷെ അവനോട് 25-ന് 30 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ അവനറിയോ? അറിയില്ല. പക്ഷെ അവൻ ഫുള്ളാ. സെയിം വേ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ നിനക്ക് ദൈവത്തിന്റെ പ്രാഗൽഭ്യം ഉണ്ടെന്നുള്ള വചനം അത് സത്യമാണ്. പക്ഷെ ഇപ്പൊ എന്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ പ്രാഗൽഭ്യം ഉണ്ട്. ഇറ്റ് ഈസ് ട്രൂ. ബട്ട് ഇനി ഒത്തിരി ലെസൺസ് മുമ്പിലോട്ട് കിടക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്റെ അറിവ് കുറവിനെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാകത്തില്ല. ചിന്തയുടെ ആവശ്യമില്ല. അറ്റ് ദി സെയിം ടൈം ഈ ക്രിസ്ത്യ വിശ്വാസത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെസൺ ഒരിക്കലും തീരത്തില്ല. കർത്താവ് പറഞ്ഞു, ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് ചിന്തിച്ച്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തും ഇതെല്ലാം ദൈവം കൊടുക്കുന്നതിന് ചില ബേസുകളുണ്ട്. അല്ലാതെ കുറെ പേർക്ക് ആറ്റാണ്ട് വാരി അങ്ങ് വെതറും അല്ല ദൈവം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കർത്താവിന്റെ 2 ക്യാരക്ടർ നമ്മൾ കണ്ടേ. ഒന്ന്, പിതാവിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചു കർത്താവ്. അത് കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന് പിതാവുമായിട്ടുള്ള സ്നേഹത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ കണ്ടീഷനായിരുന്നു. അപ്പൊ നമ്മൾ ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ ഇത്രേ ഉള്ളൂ കൽപ്പന. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എല്ലാ കൽപ്പനയും ഫുള്ളായി. അതിന് ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന് പേരിടാറുണ്ട്, എല്ലാം ഇടാറുണ്ട്. പക്ഷെ ഇത് 1ാം ക്ലാസ്സിൽ എത്താത്ത ഒരു ലെസൺ. അത് LKG. അത് കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ടീച്ചിങ് ആയിട്ട് ഹീബ്രൂസിൽ പറഞ്ഞേക്കുന്നതിലുള്ളത് അല്ലേ? ബാപ്റ്റിസം, റിപ്പൻറ്റൻസ്, ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഒക്കെ ഫൗണ്ടേഷൻ ആണ്. ഹീബ്രൂസ് ചാപ്റ്റർ 6 നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? മറന്നുപോയോ? പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അതിന്റെ മലയാളം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ വീട് വെച്ചല്ലേ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ? അതല്ല, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് ഇൻവിസിബിൾ പാർട്ടാണ്. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ വിസിബിൾ ആയിട്ടുള്ള ലെസണിലേക്ക് കയറിയിട്ടില്ല ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിളാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കയറിയിട്ടില്ല, ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അത്ര ഇട്ട് കഴിയുമ്പോൾ ഇന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി പറയുന്നത് ഫുൾ ഗോസ്പലായി. നമുക്ക് പിശാച് എത്രത്തോളം എന്താ കണ്ണ് കിട്ടിയേക്കുമെന്ന് ആലോചിച്ചു മനുഷ്യന്. നമ്മളിവിടെ ചിന്തിച്ച കർത്താവിന്റെ 2 ക്വാളിറ്റി നമ്മൾ ചിന്തിച്ചു. ഒന്ന്, അപ്പൊ അതുകൊണ്ട് ഈ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് ഈ നമുക്ക് ഗിരിപ്രഭാഷണമാണ്. സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങൾ. അതിനകത്ത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് സ്നാനപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല, വേർപാടിനെ കുറിച്ച് പറഞ്ഞില്ല, അഭിഷേകം പ്രാപിക്കുന്നതിനെ കുറിച്ച്. ഇതൊക്കെ ഫൗണ്ടേഷനാണ്. ഗിരിപ്രഭാഷണമാണ് രാജ്യത്തിലെ നിയമങ്ങൾ. ഈ രാജ്യത്തിലെ നിയമങ്ങളെ കുറിച്ച് ആരും പഠിപ്പിക്കാറുമില്ല, ആരും ചിന്തിക്കാറുമില്ല. ഗിരിപ്രഭാഷണത്തെ കുറിച്ച് അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയേക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഈ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്, അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സ്നാനത്തെ കുറിച്ചോ എന്താ പറയുന്നത് പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ചോ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തിക്കോസ്ത് സഭയെ കുറിച്ച് പോകുന്നതിനെ കുറിച്ചൊന്നും അല്ല എഴുതിയേക്കുന്നത്. ഗിരിപ്രഭാഷണം അനുസരിക്കുന്നില്ലെങ്കിൽ ഈ കർത്താവ് പറഞ്ഞേക്കുന്ന ഈ ഒരു അനുസരണത്തിലേക്ക് വന്നിട്ടുമില്ല. ഒരു ഹെവൻലി റിസോഴ്സും അറ്റ് ദി ഫുൾ പവറിൽ നമ്മുടെ പുറയിൽ ഉണ്ടായിരിക്കത്തില്ല. ഇപ്പൊ ഈ ഗിയർ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഗിയർ വണ്ടിയിൽ ക്ലച്ച് കുറച്ച് റിലീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഗിയർ വണ്ടി ഓടിക്കുന്നില്ല അല്ലെ? ഈ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ എന്താ അതിന് സംഭവിക്കുന്നതെന്ന് അറിയാം? അല്ല, മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ എഞ്ചിനിൽ നിന്നുള്ളൊരു വീല് കറങ്ങുന്നുണ്ട്. എഞ്ചിനിൽ നിന്നുള്ള വീല് കറങ്ങുന്ന അതിലേക്ക് ഈ വീലൊക്കെ കണക്ട് ചെയ്തേക്കുന്ന മിഷനറി എന്ന് നമ്മൾ പതുക്കെ റിലീസ് ചെയ്യും തോറും ഇതിൽ പതുക്കെ മുട്ട് ചെയ്യുന്നത്. ഫുൾ റിലീസ് ചെയ്യുമ്പോൾ ഇത് രണ്ടിന്റെയും റെവല്യൂഷൻ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞേക്കുന്ന പോലെ. അപ്പൊ ഇത് ചെറിയതായിട്ട് മുട്ടുമ്പോൾ കറങ്ങും, അതുകൊണ്ട് പതുക്കെ ഉരുളുന്നു. ഫുൾ റിലീസ് ചെയ്യുമ്പോൾ ഫുൾ പവർ ചെയ്യും എന്ന് പറഞ്ഞേക്കുന്ന പോലെ അല്പം അനുസരണം അല്പം ഹെവൻലി പവർ ചെയ്യും. ഫുള്ളായിട്ട്, അതായത് പൂർണ്ണ അനുസരണത്തിലേക്ക്. നോക്ക്, ഇത് വെറുതെ എഴുതി വെച്ചേക്കുന്നല്ലേ. ജോഷുവയും കാലേബും അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവർ പൂർണ്ണമായിട്ട് അനുസരിച്ചെന്ന. കാരണം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വെക്കാനും കുറച്ച് എടുക്കാനുമായിട്ടല്ല തന്നിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതല്ലാതെ ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തേണ്ടെന്ന് ആർക്കൊക്കെ തോന്നി? അതെ, പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റുമ്പോൾ 10 അടിയുള്ള ഒരു കടമ്പ 9 അടി ചാടുന്ന പോലെ ഉള്ളൂ. ഇത് 10 അടിയും ചാടിയാലേ അക്കരെ കിടക്കത്തുള്ളൂ. മീൻസ് ഇതിൽ നിന്ന് നമുക്ക് മാറ്റാനൊന്നുമില്ല. അപ്പം
ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ളത്, ഓ അത് ചെയ്തില്ലെങ്കിലും സ്വർഗത്തിൽ പോകുമല്ലോ. നോക്ക്, അവർക്ക് ഒരിക്കലും ഹെവൻലി റിസോഴ്സിന്റെ ഫുൾ പവർ കിട്ടില്ല. കാരണം അവരുടെ ജീവിതം ഡിഫീറ്റ് ആയിരിക്കും. ഈ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യത്തില്ല. ഫെയ്ത്ത് ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയായിരിക്കും? അതായത് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ഇല്ലാത്ത ആളുടെ ജീവിതം പോലെയായിരിക്കും ലോകത്തിൽ. ബാങ്കിലൊന്നും ഇല്ലെങ്കിലും ജീവിക്കില്ലേ? ജീവിക്കും. കഷ്ടി തട്ടി ഉരുട്ടിയൊക്കെ പോകും. ബാങ്കിൽ ഇഷ്ടം പോലെ പൈസ. ശരിക്ക് വെൽത്ത് എന്ന് പറയുന്നത് ഫെയ്ത്താണ്. രക്ഷിക്കപ്പെട്ടു, അത് നമുക്ക് രക്ഷിക്കപ്പെട്ട ഫെയ്ത്ത് അല്ല, ലിവിങ് ഫെയ്ത്ത്. ജീവിക്കാനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റാണ്. ജീവിക്കണമെങ്കിൽ ഈ കർത്താവിൽ നിന്നുള്ള ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാവും. ഏലിയ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴ പെയ്യില്ല. അഹിത്തോഫല് ദാവീദിനെ നശിപ്പിക്കാനായിട്ട് സ്കീം ഇട്ടപ്പോൾ ദാവീദിന്റെ വൺ വേർഡ് പ്രയറാ, ദൈവമേ അഹിത്തോഫലിന്റെ ഉപദേശത്തെ വ്യർത്ഥമാക്കണം. സിമ്പിൾ, ഒരു ചെറിയ പ്രയർ. ദൈവമേ അഹിത്തോഫലിന്റെ ഉപദേശത്തെ വ്യർത്ഥമാക്കണം. ദൈവം വ്യർത്ഥമാക്കി. അഹിത്തോഫലിന്റെ ഡിസപ്പോയിന്റഡ് ആയി. അഹിത്തോഫൽ എന്ത് ചെയ്തു? അത് തൂങ്ങിച്ചെത്തു. ഓൾഡ് ടെസ്റ്റാമെന്റിലെ യൂദാസ് അഹിത്തോഫല് ദാവീദിനെ ചതിച്ചു, വഞ്ചിച്ചു. കർത്താവിന്റെ നിഴലായിരുന്നു അവിടെ ദാവീദിനെ ഒറ്റിക്കൊടുത്തു, തൂങ്ങിച്ചെത്തു. ഇവിടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു, തൂങ്ങിച്ചെത്തു. ഓൾഡ് ടെസ്റ്റാമെന്റിലെ യൂദാസ് ആണ് അഹിത്തോഫല്. സിമ്പിൾ ഒരു പ്രാർത്ഥന, ദൈവമേ അഹിത്തോഫലിന്റെ ഉപദേശത്തെ സ്വീകരിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ദാവീദ് പ്രാർത്ഥിച്ച ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. അഹിത്തോഫലിന്റെ ഉപദേശത്തെ ദൈവം നിഷ്ഫലമാക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് നിന്നാല് അതിനേക്കാൾ സൗഭാഗ്യമായിട്ടുള്ളൊരു ജീവിതാവസ്ഥയില്ല. വേറൊന്നും വേണ്ട മനുഷ്യന്റെ ജീവിതത്തിൽ. കർത്താവില്ലാത്ത ജീവിതം വ്യർത്ഥമാണ്. വേറെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാല് അത് രക്ഷിക്കപ്പെട്ടെന്നുള്ളത് കഴിഞ്ഞിട്ട് ഈ കർത്താവുമായിട്ട് ഒന്നായി ചേരണം, കർത്താവിൽ വളർച്ച പ്രാപിക്കണം, കർത്താവുമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷനിൽ എത്തണം. അല്ലെങ്കിൽ പൗലോസ് എത്തിപ്പെട്ട പോലെ ലോകത്തിലുള്ളതിനെ എല്ലാം തിരിച്ചും കർത്താവില് വളർച്ച പ്രാപിക്കണം, അല്ലെങ്കിൽ ഈ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയണം. ഈ ദാഹം പൊതുവെ കണ്ടുവരാറില്ല. എന്താണെന്നറിയത്തില്ല. പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട്. ഫിലിപ്പ് ലേഖനം 3:12 അത് ഈ ഓശാന ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ, ഞാനത് നേടി പൂർണ്ണത പ്രാപിച്ചിരുന്നല്ല അർത്ഥമാക്കുന്നത്, എങ്കിലും ഇത് നേടാൻ ഞാൻ ചിന്തിക്കുന്നു. കാരണം ക്രിസ്തു ആ കാരണം എന്നുള്ളത് ശ്രദ്ധിക്കണം, വെറുതെ വായിച്ചു വിടരുത്. ഇത് പൂർണ്ണത നേടാൻ, അല്ലെങ്കിൽ ഞാൻ നേടിയില്ല പക്ഷെ നേടാൻ വേണ്ടി ഞാൻ യത്നിക്കുകയാണ്. ഒരു കാരണമുണ്ട്. കാരണം എന്താ പറയുക നോക്കി, കാരണം ഇതൊന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ മാറും. പലപ്പോഴും ഇതറിയില്ല. പൗലോസ് പറയുകയാണ്, ഐ എം നോട്ട് ബിലോങ്ങിങ് ടു മീ. കാരണം ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കി. ഒരു സീൽ അടിച്ചേക്കുക, ഈസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് പൗലോസ് പറയുന്നുണ്ട്, എന്റെ ഉടയവനായ ദൈവം. വായിക്കുന്നില്ലേ? എന്റെ ഉടയവനായ ദൈവം. ന്യൂ ടെസ്റ്റമെന്റിൽ എഴുതിയേക്കുന്ന ഏത് ബുക്കിലാന്ന് അറിയാം? അപ്പൊ എന്റെ ഉടയവനായ ദൈവം ഈ രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ദൈവം. അപ്പൊ നോക്ക്, എന്റെ ഉടയവൻ അല്ലെങ്കിൽ ക്രിസ്തു യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന അത് മനസ്സിലാക്കിയ ഒരാള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കപ്പൽ തകരില്ല. ആ കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തും. എത്ര കാറ്റടിച്ചോട്ടെ, എത്ര കോളിലൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര കപ്പൽ തന്നെ തകർന്നു പോയിക്കൊള്ളട്ടെ, എവരിബഡി വിൽ കം ടു ലൈഫ്. അതായിരുന്നു പൗലോസ് പറഞ്ഞ്, എന്റെ ഉടയവനായിട്ടുള്ള ദൈവം എന്നോട് അരുളി ചെയ്തു. വേറൊരു സ്ഥലത്ത് പൗലോസ് പറഞ്ഞു, ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ദർശനം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ചിന്തിച്ചു നോക്കും. ഐ എം നോട്ട് ബിലോങ്ങിങ് ടു മീ. ഞാൻ എന്റേതല്ല എന്ന് മനസ്സിലാക്കിയ എനിക്കുള്ളതും എന്റേതല്ല എന്ന് മനസ്സിലാക്കും. 1 Corinthians 6 പൗലോസ് ചോദിക്കുന്നുണ്ട്, 4 അതായത് നൽകപ്പെട്ടിട്ടുള്ളതല്ലാതെ നിനക്ക് എന്തുണ്ട്? ഇത് അപ്പൊ നമ്മളെല്ലാരും ചോദിച്ചാൽ പറയും, എന്ത് പറയും? ദൈവം നൽകിയതല്ലാതെ എനിക്ക്. ഈ സെക്കൻഡ് പാർട്ട് വായിക്കുമ്പോഴോ 1 Corinthians 4:6 1 Corinthians 4:7 ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഉള്ളതല്ലാതെ നിനക്ക് എന്തുണ്ട്? ഇത് നൽകപ്പെട്ടതാണെങ്കിൽ അങ്ങനെയല്ല എന്ന മട്ടിൽ നീ അഭിമാനിക്കുന്നത് എന്തിന്? അതെ, ആ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമ്മൾ അത് ഹൃദയത്തിലുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പൗലോസ് ചോദിക്കുകയാണ്, ഇത് നൽകപ്പെട്ടതാണെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫ്? എങ്ങനെയായിരിക്കും?
നൽകപ്പെട്ടതാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമുള്ള അവന്റെ പൊസഷനെ കുറിച്ചോ അബ്സല്യൂട്ട്ലി ഒരു അഭിമാനവും കാണത്തില്ല. കാരണം ഇപ്പൊ നോക്ക്, നമ്മൾ ഇവിടെ $10 ലക്ഷം വിലയുണ്ട് ഇതിൽ പോകുന്ന ബസ്സിന്, ഇവിടുത്തെ ട്രാൻസ്പോർട്ടിന്റെ ബസ്സിന്. അതിനകത്ത് കയറുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനം തോന്നാറുണ്ടോ? $10 ലക്ഷം വില അല്ലെങ്കിൽ 1 മില്യൺ വിലയുള്ളൊരു വണ്ടിയിലൊക്കെ ഞാൻ പോകുന്നതെന്ന്. അതേസമയം ഒരു $45,000 കൊടുത്ത ഒരു ക്രൂഗറോ എനിക്കൊരു വണ്ടിയുടെ പേരുകളൊന്നും അറിയില്ല, ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ പോയെന്ന് ഞെളിഞ്ഞിരിക്കും ആൾക്കാർ. ദാറ്റ് മീൻസ് ഈ മേടിച്ച വണ്ടി എൻ്റെ സ്വന്തമാണ്. ആ വണ്ടി ഒന്ന് കൊണ്ട് പോറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ പിന്നെ 3 ദിവസത്തേക്ക് വിശപ്പുണ്ടാകത്തില്ല. $40,000 മുടക്കി വാങ്ങിച്ചു. എന്നാൽ ഈ വണ്ടിയിൽ പോകുമ്പോഴോ ആ വണ്ടി വണ്ടി ഇടിച്ചാൽ പോയി നോക്കൂ, അതിന്റെ രണ്ട് ബൾബ് പോയി, അല്ലെങ്കിൽ മറ്റേ വണ്ടിക്ക് പരിക്ക് പറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും കാണുന്നത് 2 വണ്ടി കൂട്ടി ഇടിച്ചാൽ, ഇല്ലേ? പക്ഷെ സ്വന്തം വണ്ടി ഇടിക്കുമ്പോഴോ ദാറ്റ് മീൻസ് വണ്ടി എവിടെ കയറിയിരിക്കപ്പോ വണ്ടി ഹൃദയത്തിലിരിക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് വർദ്ധിച്ചാൽ അതിന് മനസ്സ് കൊടുക്കരുത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് നൽകപ്പെട്ടതല്ലാതെ നിനക്ക് എന്തുണ്ട്? ഈ സെക്കൻഡ് പാർട്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഇത് നൽകപ്പെട്ടതാണെങ്കിൽ ഇത് അങ്ങനെ അല്ല എന്ന രീതിയിൽ, ശരി, കർത്താവ് നമുക്കൊരു വണ്ടി തന്നു, വണ്ടി കൊണ്ട് ഒരു സ്ഥലത്ത് കുത്തി, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് കുത്തിയത് മെയിൻലി ബിക്കോസ് ഓഫ് എന്തുകൊണ്ടായിരിക്കും? ഷാജ, തലയിൽ ഒരു തലമുടി 4 പോലും സ്വർഗ്ഗം അനുവദിക്കാതെ താഴെ വീഴില്ല. ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസ് ഐ ആം ടെല്ലിങ്, ഈ വണ്ടി കൊണ്ട് കുത്തിയത് പുത്തൻ വണ്ടിയോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും. കാരണം ഈ വണ്ടി ഒന്ന് കുത്തി കഴിയുമ്പോഴേ ആകെ മൂടോഫ് ആവും. നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ പാമ്പ് ചെയ്യാത്ത കാക്കാലിന്റെ കൂട്ടാവും. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിച്ചു. അപ്പൊ വണ്ടിയുടെ സൈഡ് ഒന്ന് പോലും കഴിഞ്ഞിട്ട് 2-3 ദിവസത്തേക്ക് പ്രശ്നമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞേക്കുന്ന പോലെ, അപ്പൊ ഇത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നൽകപ്പെട്ടതല്ല, ദൈവം നൽകപ്പെട്ട. ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ദൈവം പലതും നമ്മുടെ ജീവിതത്തെ അനുവദിക്കുന്നത്. ഈ സഭാപ്രസംഗിയിൽ ഒരു വാക്കുണ്ട് ടെംപ്റ്റേഷനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ കുറിച്ച്. അതിന് 3:18 വായിക്കുമ്പോൾ, സഭാപ്രസംഗി 3:18 മനുഷ്യപുത്രരെ ശ്രദ്ധിച്ച് വായിക്കണം, അറിയിച്ച എന്നാലേ മനസ്സിലാവും. മനുഷ്യപുത്രരെ സംബന്ധിച്ചിടത്തോളം അവർ മൃഗങ്ങൾ മാത്രമാണെന്ന് അവരെ കാണിക്കാൻ ദൈവം അവരെ പരീക്ഷിക്കാൻ എന്ന് ഞാൻ ഹൃദയത്തിൽ പറഞ്ഞു. അതെ, അപ്പോ സോളോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാം? അപ്പൊ നമ്മൾ വലിയ പരിശുദ്ധനാണ് വിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുക. കാരണം ഏക ഭാര്യാവ്രതമാണല്ലോ മനുഷ്യന് ദൈവം വെച്ചേക്കുന്നത് ഇനീഷ്യലി. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ നോക്കി കുറെ കഴിഞ്ഞപ്പോൾ ആലോചിക്കുന്ന, എടാ ഞാൻ കല്യാണം കഴിച്ച പെണ്ണുണ്ട്, പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, ഞാൻ എന്തിനാ ഈ അന്യന്റെ ഭാര്യയെ നോക്കിയേ? അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്ന സോളോമൻ പറഞ്ഞേ? മൃഗമാണ് നീ, അതാ പഠിക്കേണ്ടത്. പക്ഷെ അത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ എന്താ പറയുന്നേ, കുറുക്കൻ പുലിയാവും, പുലി കടുവയാകും, ഇങ്ങനെ ബാക്ക് ടു വൈഡ്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. സോളോമൻ കണ്ടെത്തിയൊരു കാര്യമാണ്, നീ മൃഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഒരേ ദൈവം ഫെയിലിയറുകൾ അനുവദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സാധനം കയറിയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ പുത്തൻ വണ്ടി ഓമനിച്ചു കൊണ്ട് കിടക്കുന്ന വണ്ടി ഒന്ന് എവിടെയെങ്കിലും തട്ടി ഒരു കല്ലേൽ മുട്ടി പോറിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ മുഖം മ്ലാനാവും. ദാറ്റ് മീൻസ് ഈ വണ്ടി ദൈവത്തിന്റെ അല്ല, ദൈവം നൽകിയതല്ല. പറയുമ്പോൾ എന്ത് പറയും? എല്ലാം കർത്താവ് തന്നതാണെന്നും എല്ലാം കർത്താവിന്റെ ആണെന്നേ പറയത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സോളമൻ കണ്ടെത്തിയ കാര്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോഴും ഒരു മനുഷ്യന്റെ ലെവലിൽ പോലും പലപ്പോഴും എത്തിയിട്ടില്ല. നമ്മുടെ പാപത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന ജീവിത വിശുദ്ധിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോകുന്ന കാര്യം, നമ്മൾ ഗിരിപ്രഭാഷണം പഠിച്ചതാണ് കണ്ണുകളുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ വേറെ ഒരു മൃഗത്തിന്റെ ക്വാളിറ്റിയിൽ എത്തിയിട്ടുള്ളൂ, ദൈവത്തിന്റെ ക്വാളിറ്റിയിലേക്ക്, അല്ലെ ദൈവം മനുഷ്യനെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് ഇതിൽ നിന്നൊക്കെ പഠിച്ചാൽ നമ്മൾ മിടുക്കരായി. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പറയാറില്ല എന്നാ ഫൂൾസ് പാരഡൈസ് എന്ന് പറയുന്ന പോലെ നമ്മൾ നല്ല ആത്മീയരാണെന്ന് വിചാരിച്ച് ജീവിച്ച് പോയി നമ്മളെ നശിപ്പിക്കുക എന്നുള്ള പിശാചിന്റെ സ്ട്രാറ്റജി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. കർത്താവ് പറഞ്ഞു, എപ്പോഴും ഞാൻ അവന് ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയതുകൊണ്ട് പറയുന്നല്ല, നമുക്കൊരു ഡിസയർ ഉണ്ടായിരിക്കണം. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, വാട്ട് എവർ മേ ബി ദി കൺസിക്വൻസ്, എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, ഹീബ്രൂസ് 12 പറയുന്ന പോലെ പാപത്തെ ചെറുത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ ആരും ഇതുവരെ ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട, അല്ലാതെ ഇത് ഫുൾ ഗോസ്പൽ ഒന്നും അല്ല. ഇത് ഫൗണ്ടേഷനും ഇൻവിസിബിൾ ആയിട്ട് ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്.
അതായത് കർത്താവിനെ ത്യജിച്ചിട്ട് എനിക്കൊന്നും വേണ്ട, കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ഈ ഭൂമിയിൽ എനിക്ക് ഒരു നേട്ടവും വേണ്ട എന്നുള്ളത് ഫണ്ടമെന്റല. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ മാനസാന്തരം എന്താണെന്ന് പഠിപ്പിക്കാറുമില്ല, ആർക്കും അറിയോ ഇല്ലാത്തതുകൊണ്ട് മാനസാന്തരത്തെ കുറിച്ച് ഇത് റിപ്പന്റൻസിന്റെ ബേസിക് ഡോക്ട്രിൻസ് ആയി. കർത്താവ് പറഞ്ഞു ശിഷ്യനാകാൻ ആഗ്രഹിക്കും, തനിക്കുള്ളത് എല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്റെ ശിഷ്യനാകാൻ. ഇത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആരും പറയുന്നില്ല. അപ്പൊ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാല്, നമ്മൾ ഈ 2 തിമോത്തിയിൽ പഠിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പൊ മനുഷ്യർ ഇങ്ങനെയായിരിക്കും, അവര് മതത്തിന്റെ ബാഹ്യരൂപം മുറുകെ പിടിക്കും, അതിന്റെ ഒരു ശക്തിയും കാണത്തില്ല. പിന്നീട് പറഞ്ഞിട്ട് യാനേസും അംബ്രേസും മോശയെ എതിർത്ത പോലെ ഇവര് സത്യം ആരെങ്കിലും പറഞ്ഞിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പറയാണ് ഇവർ കപട വിശ്വാസികളാണ്. കൺസേണിങ് ഫെയ്ത്ത്, ഇംഗ്ലീഷിലൊരു വേർഡുണ്ട്, ഭയങ്കര കടുപ്പം പിടിച്ചൊരു വേർഡ്. കടുപ്പം പിടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കടുപ്പമല്ല. ഇംഗ്ലീഷ് അവരെ കുറിച്ച്, അവരുടെ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന വേർഡ് എന്താന്ന് പറയാം? റിപ്രൊബേറ്റ് കൺസേണിങ് ഫെയ്ത്ത് എന്ന്. റിപ്രൊബേറ്റ് എന്ന് പറഞ്ഞാല് ഈ മലയാളത്തില് അല്ലെങ്കിൽ പണ്ടത്തെ ഈ ഹെറിസി എന്നൊക്കെ പറയുന്നേക്കാളൊക്കെ കടുപ്പം പിടിച്ചൊരു വേർഡാണ്. പണ്ട് മലയാളത്തിൽ പറയാൻ പാഷണ്ഡത എന്ന് പറയുമായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. അപ്പോ ഇത് കൺസേണിങ് ഫെയ്ത്ത് റിപ്രൊബേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ മാനസാന്തരം ആരും പറയാറില്ല, പഠിപ്പിക്കാറില്ല. പ്രോസ്പെറിറ്റി ഗോസ്പലാണെങ്കിൽ എന്താ പറയുക, ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന കാലത്ത്. പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരുന്നേ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഹെവൻലി ബറ്റാലിയൻ നമ്മുടെ പുറകിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് സിൻസിയർ ആയിട്ടുള്ള ഡിസയർ ഉണ്ടെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഫെയിലിയേഴ്സ്, ദൈവം കൂടെ ഉണ്ടാവും. അതായത് കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ വേണ്ട. ആൻഡ് എഗെയിൻ വൺ മോർ തിങ്, സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഇതൊരു ഗ്രാഫാ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെയുള്ള ഫെയ്ത്ത് ഉള്ളവരുണ്ട്. അതുകൊണ്ടല്ലേ ഹീബ്രൂസിന് ലെറ്റർ എഴുതിയപ്പോൾ ദി ഓതർ ഓഫ് ദി ഹീബ്രൂസ് പറയുവാണ്, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ അധ്യാപകരാകേണ്ടതാണ്. നിങ്ങൾക്ക് ഖരഭക്ഷണം കഴിക്കാനുള്ള പ്രായമായി, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത് പാലാണ്. എന്നാൽ ശിശുക്കൾക്കാണ് പാല് വേണ്ടത്, എന്നാൽ പ്രായപൂർത്തിയായവർക്കോ അല്ല. അവിടെ പറഞ്ഞേക്കുന്ന ഡിസ്റ്റിങ്വിഷ് ചെയ്തേക്കുന്ന എങ്ങനെയാ പറഞ്ഞത് അറിയണ്ടേ? കുഞ്ഞുങ്ങൾക്കാണ് പാല് വേണ്ടത്, പ്രായപൂർത്തിയായവർക്കാണ് ഖരഭക്ഷണം. എന്നിട്ട് എന്താണ് ഖരഭക്ഷണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് പറയാം. അതെ, നന്മ തിന്മകൾ വിവേചിച്ചറിയുന്നതിൽ സുശിക്ഷിതമായ കഴിവ് അവർക്കുണ്ട്. സുശിക്ഷിതം എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നന്മയും തിന്മയും അവർക്ക് തിരിച്ചറിയാം. അതേസമയം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് നന്മയും തിന്മയും തിരിച്ചറിയത്തില്ല. ഒരു ന്യൂലി ബോൺ ബേബിക്ക് അവകാശം, എല്ലാത്തിനും അവകാശിയാണ്, പക്ഷെ അത് മൂത്രം ഒഴിക്കുന്ന എവിടെ കിടന്നായിരിക്കും? കട്ടിലേ കിടന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അവർ വിശ്വാസി അല്ലെന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആകണം നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നന്മ തിന്മകൾ വിവേചിച്ചറിയുന്നതിൽ സുശിക്ഷിതമായ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവർ ലൈഫ് സിറ്റുവേഷൻസിൽ നന്മ തിരഞ്ഞെടുത്ത് തിന്മയെ ത്യജിച്ചിട്ടുള്ളൂ. അത് ശിക്ഷ എന്ന് പറയുന്നത്, അല്ലാതെ പുസ്തകത്തിൽ എഴുതി വായിച്ച് പഠിക്കുന്ന കാര്യമില്ല. ലൈഫ് സിറ്റുവേഷനിൽ നന്മ തിരഞ്ഞെടുക്കേണ്ട സമയം വരുമ്പോൾ അവർ നന്മ തിരഞ്ഞെടുത്ത് തിന്മയെ ത്യജിച്ച് നന്മയെ തിരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്തവരെയാണ് പ്രായപൂർത്തിയായവരെന്ന് ഹീബ്രൂസിന്റെ ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച പോയിന്റ്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് ചിന്തിച്ച്, ഈ ഏലിയ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടതുപോലെ, പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടതുപോലെ, നോക്ക്, ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചവരെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. നെവർ. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ വിശ്വാസം അർപ്പിച്ചു, അവർ നിന്നിൽ വിശ്വസിച്ചു, അവരാരും നിരാശപ്പെട്ടിട്ടില്ല. നോക്ക്, കർത്താവിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ നിരാശപ്പെട്ടിട്ടില്ല. യൂദാസ് ഇത്ര ഹൃദയ തകർച്ചയോടുകൂടി ആ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഓടി കാൽച്ചോട്ടി ചെന്നിരുന്നെങ്കിൽ ഒരു ഡിഫറെന്റ് യൂദാസിനെ നമുക്ക് കിട്ടിയത്. നോക്ക്, ഇന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് പലപ്പോഴും ആൾക്കാർക്ക് ദൈവസ്നേഹവും മാനസാന്തരമൊക്കെ വരാറുണ്ട്, പക്ഷെ റൈറ്റ് പ്ലേസിൽ ചെന്നെത്താറില്ല. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള ഓതറുടെ. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതിയേക്കുക. അപ്പോൾ രാത്രി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഒരാള് നിന്ന് ഇങ്ങനെ പുല്ലൊക്കെ പറിച്ച് ഇങ്ങനെ മാന്തി തെരഞ്ഞു നോക്കും. അപ്പൊ അങ്ങനോട് ചോദിച്ചു, എന്താ? ഒരു വിലപ്പെട്ട ഒരു ഡയമണ്ട് വീണ് പോയി, അത് സെർച്ച് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനോട് ചോദിച്ചു, ഇവിടെ തന്നെയാ വീണേന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എവിടെ വീണെന്നറിയില്ല, പക്ഷെ ഇവിടെ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നോക്കുവാന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇന്നത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ റൈറ്റ് പ്ലേസിൽ ചെല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒറ്റ മനുഷ്യൻ ഡിസപ്പോയിന്റഡ് ആകത്തില്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവവും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവവും എല്ലാവർക്കും നന്മ ചെയ്യുന്ന ദൈവവും എല്ലാവരെയും എന്താ പറയുന്നത്, ബെറ്റർമെന്റിന് വേണ്ടിയാണ് കർത്താവ്. എല്ലാവരും ബെറ്റർമെന്റ്. ഏത് സ്റ്റേജില്
കർത്താവിലോട്ട് വരുന്നോ അവിടുന്ന് ഉന്നതി അല്ലാതെ ഉയർച്ചയല്ലാതെ താഴ്ച വരില്ല കർത്താവിലോട്ട് വന്നാൽ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സെർച്ച് ചെയ്യേണ്ടിടത്തായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടിടത്തായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പോയി എത്തിപ്പെടേണ്ടിടത്തായിരിക്കില്ല നമ്മൾ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് നമ്മുടെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുക, ദി ഫെയ്ത്ത്. ധൈര്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ. നമ്മുടെ മുമ്പിൽ ഇന്നായിരിക്കുന്ന അഡ്വേഴ്സ് സിറ്റുവേഷനോട് പറയാൻ പറ്റും, നോ, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്, ഈ പ്രശ്നം എന്നെ കീഴ്പ്പെടുത്താൻ പോകുന്നില്ല, ബട്ട് ഐ വിൽ കോൺകർ യു. പൗലോസ് 2 കൊറിന്ത്യൻസിൽ പറയുകയാണ്, ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ സദാ, വെറും ജയോത്സവമല്ല, സദാ ജയം. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ജയം എല്ലാവർക്കും കിട്ടാറുണ്ട്. നോ, ദി പവർഫുൾ ലൈഫ് ഈസ് സദാ ജയോത്സവമായിട്ട്. നമ്മൾ തല കുനിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നത്. ഈ ലേവിയ 26:13 വായിക്കുമ്പോൾ ലെവിറ്റിക്കസ് 26:13 ഇങ്ങനെ എഴുതിയേക്കുന്നത്, അതായത് നാം തല ഉയർത്തി നടക്കേണ്ടതിന് അടിമത്തത്തിന്റെ നുകങ്ങളെ ദൈവം ഓടിച്ചു. നമ്മൾ തല കുനിച്ച് നടക്കേണ്ടവരല്ല, കർത്താവിൽ വിശ്വസിക്കുന്നവർ തല ഉയർത്തി നടക്കേണ്ടവരാണ്. കാരണം nobody can defeat us. ഒന്ന് വായിക്കോ 26:13. ഈജിപ്തുകാർക്ക് നിങ്ങൾ അടിമകളാകാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ വിമോചിപ്പിച്ച് കൊണ്ടുപോകുന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ തല ഉയർത്തി നടക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മുഖങ്ങൾ ഓടിച്ചു. അതെ, നിങ്ങൾ തല ഉയർത്തി നടക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിച്ചു നോക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അഭിമാനിക്കുന്ന എന്തിനെ കുറിച്ച്? മീൻസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കും. ഞാൻ ഇവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരിക്കല് അന്നൊരു ആസ് എ കാത്തലിക് ഐ ഹാവ് എ ഗ്ലിംസ് ഓഫ് ദി ലൈറ്റ്, അല്ലെങ്കിൽ ഈ കർത്താവിലേക്ക് വന്നതിന് വഴി ഒരുക്കിയത് കാത്തലിക് ചർച്ച്. ഐ ആം താങ്ക്ഫുൾ ടു ദി കാത്തലിക് ചർച്ച്. അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനും ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് എന്നെ പഠിപ്പിച്ചത് കാത്തലിക് ചർച്ചാണ്. അപ്പോൾ when I was a Catholic before coming to Christian faith, അപ്പം അന്ന് പോലും ഞാൻ ഏറ്റവും അഭിമാനിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതായിട്ട് അന്ന് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കർത്താവായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ജെറമ്യ 9:23 തുടങ്ങി വായിക്കുമ്പോൾ ഇറ്റ്സ് എ ചലഞ്ച്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്നത്, അനുഭവം വായിക്കാം. ശ്രദ്ധിക്കണേ, ഇത് കർത്താവ് അരുൾ ചെയ്യുന്ന. അപ്പൊ പിന്നെ കർത്താവ് അരുൾ ചെയ്യുന്ന എപ്പോ കേട്ടാലും എന്താണെന്നറിയോ? ഈ കുതിരയെ കണ്ടിട്ടുണ്ടോ? കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുതിരയുടെ ചെവിക്ക് എന്താന്ന് പറയാൻ പറ്റും? അല്ല, കുതിരയുടെ ചെവി, ഓരോ ചെവി ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഒരു ചെവി ഇടത്തോട്ട് തിരിച്ചും മറ്റേ ചെവി വലത്തോട്ട് തിരിക്കാൻ പറ്റും കുതിരയ്ക്ക്. ഓരോ ചെവിയുടെയും കൺട്രോൾ ഇൻഡിപെൻഡന്റ്. എന്ന് പറഞ്ഞാല് നമ്മൾ വായും കർത്താവ് അരുൾ ചെയ്യുന്ന കേട്ടാൽ ചെവി എന്ത് ചെയ്യണം? നമ്മുടെ ചെവി അനക്കാൻ പറ്റില്ല, പക്ഷെ ഇമ്മീഡിയറ്റ്ലി ചെവി തുറക്കണം. വായിച്ചു, കർത്താവ് അരുൾ ചെയ്യുന്നു, വിജ്ഞാനി തന്റെ വിജ്ഞാനത്തെ കുറിച്ച് അഹങ്കരിക്കരുത്, ബലവാൻ തന്റെ ബലത്തെ കുറിച്ച് അഹങ്കരിക്കരുത്, ധനവാൻ തന്റെ ധനത്തെ കുറിച്ച് അഹങ്കരിക്കരുത്. എന്നാൽ ആരെങ്കിലും അഹങ്കരിക്കുന്നെങ്കിൽ അയാൾ എന്നെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നതിനെ കുറിച്ച് അഹങ്കരിക്കട്ടെ. നോക്ക്, ദൈവം കർത്താവ് അരുൾ ചെയ്യുന്ന ഒരു കാര്യം. അത് ഇംഗ്ലീഷിൽ ലാസ്റ്റ് വേർഡ് നോക്കിക്കോ. Let him who glorifies glory in this, that he understands and knows me. അതെ, അതിനകത്ത് അഹങ്കരിക്കുന്ന എഴുതിയേക്ക് നമുക്ക് തെറ്റിദ്ധരിക്കരുത്. അഹങ്കാരം എന്നുള്ളതിന്റെ മീനിങ്, if anyone is glorying about anything, the only one thing about which we can glory അല്ലെങ്കിൽ glorify, അതിൽ നമുക്ക് അഭിമാനിക്കാനുള്ളത്, അഹങ്കരിക്കാൻ എന്നുള്ളതിനെ കച്ചവടം കറക്റ്റ്, അഭിമാനിക്കാവുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ. എന്നാലും ഈ ലോകത്തിലെ മനുഷ്യന്റെ ഫെയ്ത്ത് എന്താ? നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞേക്കുന്നുണ്ട്. ഒരു 1 million years കഴിയുമ്പോഴും we have a good future. അത് ഈ കർത്താവിനെ അറിയാത്ത മനുഷ്യന്റെ ഫ്യൂച്ചർ എന്താ? ഇഫ് ബൈബിൾ ഇസ് ട്രൂ, നമ്മൾ ബൈബിൾ സത്യാന്ന് വിശ്വസിക്കുന്നവരാ, തീയും ഗന്ധവും എരിയുന്ന തീ പൊയ്കയാണ് ദി എറ്റേണൽ ഫേറ്റ് ഓഫ് പീപ്പിൾ ഹു ഡസ് നോട്ട് നോ ദി ലോർഡ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, അപ്പൊ നമ്മൾ ഇതിലല്ല അഭിമാനിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെ ആരാന്നോ, ദൈവത്തിന്റെ രാജ്യം എന്താണെന്നോ, ദൈവത്തെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥമുള്ളൂ. അവിടെ പറഞ്ഞേക്കാണ്, ധനവാൻ തന്റെ ധനത്തെക്കുറിച്ച് അഭിമാനിക്കരുത്, വിജ്ഞാനി തന്റെ വിജ്ഞാനത്തെക്കുറിച്ച് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നവൻ എന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് പൗലോസൊക്കെ പറയുന്നത്. പൗലോസ് ഈ കർത്താവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനെയും നഷ്ടപ്പെടുത്തി. കാരണം ഈ 70 വർഷത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് നോക്ക്, അതിനുവേണ്ടി ജീവിതം മുഴുവൻ എന്താ പറയുന്നത്, അധ്വാനിച്ച് 25 വയസ്സ് വരെ 50 വയസ്സ് വരെ ആ മനുഷ്യന് ഒരു ബൈബിളിൽ തന്നെ 20 to 50 കഴിയുമ്പോൾ 50 വയസ്സാകുമ്പോൾ ലേവ്യൻ ശുശ്രൂഷ നിർത്തണം എന്ന് എഴുതിയേക്കണം, അല്ലേ?
വായിച്ചിട്ടില്ല. ഇതൊന്നും വായിച്ചിട്ടില്ലേ? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതൊന്നും വായിച്ചിട്ടില്ല ലിൻസി? വായിച്ചിട്ടേ ഇല്ല. ലേവിയര് they are to retire at the age of 50. വായിച്ചിട്ടില്ലേ ഷാജ? വായിച്ചിട്ടില്ല. ഒരറ്റം തുടങ്ങി അങ്ങേറ്റം വരെ. അപ്പൊ 50 വയസ്സിൽ റിട്ടയർമെന്റാ ദൈവവേലയില്. ഇത് പഴയ നിയമത്തിൽ. ഇപ്പോഴാണ് നമ്മളൊക്കെ ഔട്ടായി പോകും. അതുകൊണ്ടേ പറയുന്നത്. അപ്പൊ നമ്മൾ മോശയെ വിളിക്കുന്നത്. മോശയുടെ ശുശ്രൂഷ ആരംഭിച്ചത് 80-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ ഈ 20 വയസ്സ് വരെ 20 തുടങ്ങി 50 വയസ്സ് വരെ കർത്താവിന് വേണ്ടി, അതിൻ്റെ അർത്ഥം ജോലിക്കോ പണിക്കോ പോകണ്ടെന്നല്ല, പക്ഷെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിവോട്ടഡ് ആൻഡ് പവർഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന പ്രായമാണ്. ആ സമയത്ത് നടുവടിച്ച് തണ്ടലിൽ ഉളുക്കി 50 വയസ്സാകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ എനർജിയും ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് പിന്നെ 20 തുടങ്ങി 50 വയസ്സ് വരെ സേവ് ചെയ്തതെല്ലാം കൂടെ പിന്നീട് 50 വയസ്സ് വരെ 50 തുടങ്ങി 80 വരെയുള്ള കാലത്ത് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കും. കാരണം നട്ടല് കേടായി, കൈ കേടായി, കാല് കേടായി, എല്ലാം കേടായി ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ, വേറെ ഒന്നിലും അഭിമാനിക്കാതിരിക്കട്ടെ. കാരണം കർത്താവിൽ ആശ്രയിക്കുന്നവൻ, നമുക്ക് Proverbs 10:3 എടുക്കുമ്പോ കർത്താവ് അനുവദിക്കില്ല. മതി, നമുക്ക് ഫസ്റ്റ് പാട്ട് എടുത്താൽ മതി. ധർമ്മിഷ്ഠൻ വിശന്ന് നടക്കാൻ കർത്താവ് അനുവദിക്കില്ല. അപ്പൊ നമ്മള് കർത്താവിന്റെ കാര്യം നോക്കി, ജീവിതം വളരെ സിമ്പിളാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ ധർമ്മിഷ്ഠൻ തൻ്റെ സമ്പത്ത് മക്കളുടെ മക്കൾക്കും പൈതൃക അവകാശമായിട്ട് കൊടുക്കുന്നു. എന്നാൽ ദുഷ്ടൻ അധ്വാനിച്ചത് ധർമ്മിഷ്ഠർക്കായിട്ട് നീക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ആലോചിച്ചോ, നമ്മള് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പാടുപെട്ട് 30 വർഷം മോർഗേജും ഒക്കെ കൊടുത്ത് പണിയിപ്പിച്ച വീട് കർത്താവിന്റെ മില്ലേനിയം വരുമ്പോ, ഇരുമ്പ് മുഷ്ടി കൊണ്ടുള്ള ഭരണം വരുമ്പോ എല്ലാവരും എല്ലാ വീട്ടിൽ നിന്ന് ഇറക്കി നിർത്തും കർത്താവ്. എന്നിട്ട് കർത്താവിന്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്, വായിക്കും. പറീസ് ആ വീട്ടിലോട്ട് പോകും, അല്ലെങ്കിൽ തോമസ് ഈ വീട്ടിലോട്ട് പോകും. അപ്പൊ ഇത് ഞാൻ പണിയിപ്പിച്ചത് നോക്ക്, ഞാൻ എത്ര എന്റെ ആയുസ്കാലം മുഴുവൻ പാടുപെട്ട് മോർഗേജ് അടച്ച് വീടാ കർത്താവ് എന്ന് പറയുമ്പോ, ഇത് എന്നെ വിശ്വസ്തയോടെ സേവിച്ച് മേൽക്കൂരയുള്ള വീട് പോലും വെക്കാത്ത ഒരുത്തൻ കിടക്കുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വെച്ചേക്കുക. നോ പ്രൊട്ടസ്റ്റ്, നോ എന്താ പറയുന്നത്, ഒരു വിപ്ലവവും നടക്കത്തില്ല, ഒരു സമരവും നടക്കത്തില്ല, ഒരു കുത്തിയിരിപ്പ് സമരവും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവനവൻ പണിപ്പിച്ച വീടുകളിൽ അവനവന് 1000 വർഷം, അത് കഴിഞ്ഞ് ഇതെല്ലാം കത്തിച്ചാമ്പലാവും. ഈ 1000 വർഷം താമസിക്കണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന്, അതായത് ഇപ്പൊ നമ്മൾ താമസിക്കുന്നേക്കാൾ നല്ല വീട്ടിൽ താമസിക്കാനുള്ള ഒരു രീതിയിൽ ജീവിച്ചാൽ നമുക്ക് അത് ബുദ്ധിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ 19 വർഷം കഴിയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ ഈ വീട്ടിൽ വേറെ ആൾക്കാർ താമസിക്കുന്ന, ഇത് ലിറ്ററലി സംഭവിക്കാൻ പോകുന്ന കാര്യം. കാരണം 1000 years ഓഫ് റൂളിങ് സെയിം വേൾഡാ, ഒരു മാറ്റം ഇല്ലാത്ത, ഒന്നും മാറ്റിമറിക്കാത്ത ഇതേ ലോകത്തിലെ കർത്താവിന്റെ റൂളിങ് വരാൻ പോകുന്നു. 1000 years കഴിയുമ്പോൾ നമുക്കറിയാം, എല്ലാം മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതെല്ലാം കത്തിച്ചാമ്പലായിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി വരും. അപ്പൊ കർത്താവിന്റെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരും. അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. യോഹന്നാൻ പറയുന്ന പോലെ എന്താണെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അതിപ്പോ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഫെയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ നമ്മൾ ബൈബിൾ സ്റ്റഡിന്ന് ചുമ്മാ ബൈബിൾ സ്റ്റഡി ഹെഡ് നോളജിന് വേണ്ടിയിട്ടല്ല, എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്. ഓൺ എനി കോസ്റ്റ് കർത്താവിന് പ്രീതികരമായത് മാത്രം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഡിസിഷൻ. ആ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പവർ, അല്ലെ അനോയിന്റിങ്, അഭിഷേകം കൂടുതലായിട്ട് കയറി വരും. ഇന്നലത്തേക്കാൾ നമ്മൾ ഇന്ന് കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കും. നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഫൈനായിട്ട് ദൈവം ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആദ്യം കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ വന്ന് പല കാര്യങ്ങളിലും എന്നും കർത്താവ് നമ്മളെ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് പല കാര്യങ്ങളും പഠിപ്പിച്ചു. കാരണം അതുവരെ തെറ്റാന്ന് അറിയില്ലാതിരുന്ന പല കാര്യങ്ങളും തെറ്റാന്ന് ദൈവം മനസ്സിലാക്കി തന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഡിസിഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അല്ല ബൈബിൾ നമ്മൾ പഠിക്കുന്നത് ഇത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത്ര അധ്യായമുണ്ട്, കൃപാവരങ്ങളെ 3 തിരിക്കാന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. നോ, നമ്മുടെ ജീവിതത്തിൽ ബെറ്റർ ലൈഫിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അതോടെ നമ്മൾ ചിന്തിക്കേണ്ടതാ ഗിഫ്റ്റ് ഓഫ് ടങ്സും ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. അപ്പൊ അതിൽ ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാവുന്നുള്ളൂ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ട്രാൻസ്ലേഷൻ, അത് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഇത് ട്രാൻസ്ലേഷൻ അല്ല. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു
മീൻസ് ഒരു സെൻട്രൽ ഐഡിയ പറയുന്നതായിരിക്കും, അല്ലാതെ വേർഡ് ടു വേർഡ് ആയിരിക്കത്തില്ല. നോ. അതുകൊണ്ടാണ് സെയിം ടങ്ങിനെ 5 പേര് ഇന്റർപ്രറ്റ് ചെയ്താൽ ഇറ്റ് ക്യാൻ ബി 5 ഡിഫറെന്റ് വേസ്, ബട്ട് തീം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക് സെയിം ആയിരിക്കുന്നത്. അപ്പോൾ ഇന്റർപ്രിറ്റേഷൻ, അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ടങ് ഉള്ളവര് ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിറ്റേഷന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എന്തും ചിന്തിക്കുന്ന ആയതുകൊണ്ട് അത് പറയണ്ട. അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ഇല്ലെങ്കിൽ സഭയിൽ ഗിഫ്റ്റ് ഓഫ് ടങ് ഉള്ളവര് മൗനമായിട്ടിരുന്ന് ദൈവത്തോട് സംസാരിക്കണം. അപ്പൊ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയാണ് നമ്മളെ സംബന്ധിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യം. ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, 1 വേർഡ് ഡിഫറൻസ് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയും ഗിഫ്റ്റ് ഓഫ് ടങ്സും പറഞ്ഞാല്, ഗിഫ്റ്റ് ഓഫ് ടങ് കൊണ്ട് ഒരുവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി കൊണ്ട് ഒരുവൻ മനുഷ്യനോട് സംസാരിക്കുന്നു. 1 Corinthians 14 അധ്യായം എടുക്കുമ്പോ ഇപ്പൊ നമ്മൾ ഈ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ വല്ലിശി? 1 Corinthians 12 അധ്യായത്തിന്റെ 1ാം സെന്റൻസ് എന്താ? 12 അധ്യായമാണോ? ഷാജന് ചാപ്റ്ററുകളൊക്കെ മാറിപ്പോണ്ട്. 1 Corinthians 12 അതെ. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ കുറിച്ചുള്ള ഒരു ആഗ്രഹമാണ് ആധ്യാത്മിക വരങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരായിരിക്കും. കാരണം അജ്ഞത എന്നാണ് പ്രശ്നങ്ങൾ മുഴുവൻ. ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ ആർ പെറിഷിങ്. അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതുപോലെ ബൈബിൾ പറയുന്ന അറിവില്ലായ്മ മനുഷ്യന് നന്നല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും, അതുപോലെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇത് എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് പേർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബൈബിൾ ഈസ് ദി സിംപ്ലസ്റ്റ് ബുക്ക് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇത് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരാൽ എഴുതപ്പെട്ട ബുക്കാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒള്ളി തിങ് ഇതേ ഉള്ളൂ, എന്താ പറയുന്നത്, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ മാത്തമാറ്റിക്സ് വായിക്കുന്ന പോലെ ബൈബിൾ വായിച്ചാൽ ഈസിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന പോലെ പഠിച്ചാൽ ഈസിയാണ്. പക്ഷെ ഇതിനകത്ത് വ്യാഖ്യാനിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നുണ്ട പ്രശ്നം. ഇപ്പൊ നമുക്ക് പിതാവായ ദൈവത്തിന് മനുഷ്യരാശിക്ക് ഇടയിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു എന്നുള്ളത് 4+3 = 7 എന്നുള്ള പോലെ അക്സെപ്റ്റ് ചെയ്യുവാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ അപ്പൊ പറയും ബാക്കിയുള്ളവരൊക്കെ മധ്യസ്ഥന്മാരുണ്ടെങ്കിലും ഞങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല, പ്രധാനപ്പെട്ട മധ്യസ്ഥൻ യേശു ക്രിസ്തു തന്നെയാണ്. ഇനിയിപ്പോ മുകളിൽ ആകാശത്തിൽ താഴെ ഭൂമിക്കടിയിലുള്ള ഒന്നിന്റെയും രൂപമോ സാദൃശ്യമോ വെക്കുകയോ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാകുന്നു. എന്നെ സ്നേഹിക്കുന്നവരുടെ 3-4 തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട്, വെറുക്കുന്നവരുടെ 3-4 തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് പക വീട്ടുന്നവൻ, എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ പ്രമാണങ്ങൾ കാത്തുപാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറകളോട് സ്നേഹം കാണിക്കുന്നവൻ, അല്ലെങ്കിൽ വിശ്വസ്തത കാണിക്കുന്നവൻ. അപ്പൊ നമുക്ക് ഇത് അപ്പൊ ആൾക്കാർ എന്ത് പറയും? ശരി, ഇത് കണ്ടു, വിഗ്രഹം വെക്കാതിരുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ പറയും നമ്മൾ ഇങ്ങനെ അപ്പന്റെ പടം വെക്കാറില്ലേ, അമ്മയുടെ പടം വെക്കാറില്ലേ, അതിങ്ങനെ വെക്കുന്നുള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ബൈബിള് പരമാർത്ഥ ഹൃദയത്തോടെ വായിച്ച് അനുസരിക്കുന്നവരെ സംബന്ധിച്ച് ബൈബിൾ ഈസ് ഈസിയസ്റ്റ് ബുക്ക്, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതിനെ വേറൊരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ മറ്റു ബുക്കുകളിൽ നിന്നും ഡിഫറെന്റ് അപ്രോച്ച് ഇതിനോട് കാണിക്കുന്നതുകൊണ്ട് ബൈബിൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യം. പക്ഷെ മനുഷ്യൻ അതിനെ ബുദ്ധിമുട്ടാക്കി മാറ്റിയെടുക്കുന്നു. അപ്പം 1 Corinthians 12:1 നമ്മൾ വായിച്ചു, ആധ്യാത്മിക വരങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരായിരിക്കുന്നത്. അപ്പം കർത്താവിനെ പിൻപറ്റുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് അജ്ഞരാകാൻ പാടില്ലാത്ത കാര്യം. അപ്പൊ അതില് ഈ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയെ കുറിച്ച് എഴുതിയേക്കുന്നിടത്ത് 2 തരം ഗിഫ്റ്റ് ഉണ്ട്, 2 തരം പ്രൊഫസി ഉണ്ട്. ഇതിപ്പം അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. 2 തരം ഏതാണ്? അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞു, കോംപ്ലിക്കേറ്റഡ് ആക്കാനല്ല. ഈ ബൈബിളിൽ എഴുതിയേക്കുന്ന റിട്ടൺ പ്രൊഫസീസ് ഉണ്ടല്ലോ, ഇനി ഒത്തിരി അന്തിക്രിസ്തു വരുമെന്ന് എഴുതി പ്രൊഫസിയാണ്. എന്നാല് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ പറയുന്ന ഇത് പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി അതല്ല, ഞാൻ ഇത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഈ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയ ആകാശം പുതിയ ഭൂമി വരും, പ്രൊഫസിയാ അല്ലേ, വന്നിട്ടില്ല. ദെൻ കർത്താവ് മടങ്ങി വരും, പ്രൊഫസിയാ. അന്തിക്രിസ്തു വരും, പ്രൊഫസിയാ. അപ്പൊ ഈ പ്രൊഫസിയെ കുറിച്ച്, അത് റിട്ടൺ പ്രൊഫസിയാ. റിട്ടൺ പ്രൊഫസിയെ കുറിച്ച് അത് നമുക്ക് ഒന്നും എന്താ പറയുന്നത് ശോധന ചെയ്യാനില്ല. 1 Corinthians അല്ല 1 Thessalonians പൗലോസ് എഴുതി, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. നെക്സ്റ്റ് വേർഡ് എന്താ?
അല്ലല്ല, അത് സോഷ്യൽ സ്റ്റഡീസ് ആയിപ്പോയി. ഇത് നമ്മൾ അറിയാം. എന്താ അപ്പോൾ നെക്സ്റ്റ് വേർഡ് എന്താ? ചേട്ടാ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ന്യൂ ടെസ്റ്റാമെന്റ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ബുക്കാണ്. എന്തോരുണ്ട് ന്യൂ ടെസ്റ്റാമെന്റ്? ന്യൂ ടെസ്റ്റാമെന്റ് ഇത്ര പിടിക്കാനുള്ളൂ. ചെറിയൊരു ബുക്കല്ലേ ന്യൂ ടെസ്റ്റാമെന്റ്. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. അടുത്ത സെന്റൻസ് എന്താ ചൊല്ലുക? മുറുകെ പിടിക്കണമെന്നോ? ഓൾമോസ്റ്റ് ശരിയാണ്. ഒന്ന് വായിച്ചു ഒന്ന്. ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:18 തുടങ്ങിയുള്ള സ്ഥലം വായിക്കുമ്പോൾ 18 19 അവിടെ ഉണ്ട്. അപ്പോ അവിടെ എഴുതിയേക്കുന്നേ, അവിടെ പ്രശ്നം ഗുരുതരമായി. കാരണം പ്രവചനത്തെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിക്കുക. അത് പ്രശ്നമായി. കാരണം ശരി, പ്രവചനത്തെ തുച്ഛീകരിക്കരുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:19. അപ്പൊ അതീശ ശ്രദ്ധിക്കണം. കാരണം പ്രവചനത്തെ തുച്ഛീകരിക്കാൻ പാടില്ല. പ്രവചനം ഇല്ലാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രദറൻ ചർച്ചയായിട്ട് ഗതിയാവും. ഇതെല്ലാം നിന്ന് പോയി, അടയാളമില്ല, അത്ഭുതമില്ല, പ്രവചനമില്ല. നമ്മൾ അതായത് ഒരു പവർലെസ് ക്രിസ്ത്യാനിറ്റിയിൽ ചെന്നുപെടും. സ്വർഗതി പോയില്ലെന്നല്ല, കാരണം ഈ വചനം മാത്രമേ ഉള്ളൂ എന്നും ഒരേ കാര്യമായിരിക്കും. മാനസാന്തരം, വീണ്ടും ജനനം, കർത്താവ് പാപത്തിൽ നിന്ന് രക്ഷിച്ചു. 10 വർഷം കഴിഞ്ഞാലും അത് മാത്രമായിരിക്കും ചിന്താ വിഷയം ഉണ്ടായിരിക്കത്തുള്ളൂ. ബട്ട് ഇത് പറഞ്ഞേക്കാണ് പ്രവചനത്തെ തുച്ഛീകരിക്കരുതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ എക്സിസ്റ്റ് ടിൽ ദി റിട്ടേൺ ഓഫ് ദി ലോർഡ്. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ പ്രവചനവും പരിപാടിയൊന്നുമില്ല, ഭാഷാവരൊന്നുമില്ല. അപ്പൊ കർത്താവ് വരുന്നിടം വരെ ഇതെല്ലാം ഉണ്ടായിരിക്കും. അതിന്റെ ഒരു അപ്പൊ ഈ പ്രവചനം എന്ന് പറഞ്ഞേക്കുന്നത് റിട്ടേൺ പ്രവചനങ്ങളല്ല. അപ്പൊ പ്രവചനത്തെ പരിശോധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? വചനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആകെ അങ്ങനെയാണ്. ഇന്ന് ഈ പ്രവചനത്തെ തുച്ഛീകരിക്കുന്നില്ല, പക്ഷെ പരിശോധിക്കാനുള്ള ഇപ്പൊ ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് അറിയണമെങ്കിൽ സ്റ്റെതസ്കോപ്പ് വേണം, പനി അറിയണമെങ്കിൽ തെർമോമീറ്റർ വേണം, പിന്നെ ഷുഗർ അറിയണമെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സാധനം വേണം എന്ന് പറഞ്ഞേക്കുന്ന പോലെ പ്രവചനത്തെ പരിശോധിക്കണമെങ്കിൽ, അതിനെ ശോധന ചെയ്യണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? ദൈവവചനം വേണം. അപ്പൊ ഇന്നത്തെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവചനത്തെ തുച്ഛീകരിക്കാൻ പേടിയാ, തുച്ഛീകരിക്കില്ല. അപ്പൊ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനം ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാ കള്ളപ്രവാചകന്മാരും അൺചെക്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് ഉത്തരവാദികൾ ഈ വിശ്വാസികൾ തന്നെ, അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്നവർ തന്നെയാണ്. അപ്പൊ ഈ പ്രവചനം, അപ്പൊ ഇതിനെ ശോധന ചെയ്യണമെങ്കിൽ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരാള് രക്ഷയിലേക്ക് വളർന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വെച്ചിരിക്കുന്ന ഒരേ ഒരു ചികിത്സയുള്ളൂ, 2 ചികിത്സയില്ല. ഒരേ ഒരു ചികിത്സ എന്താ? അതെ, നവജാതരായ ശിശുക്കളെ പോലെ രക്ഷയിലേക്ക് വളർന്നു വരാൻ മായമില്ലാത്ത വചനം എന്ന പാൽ. സത്യവേദപുസ്തകത്തിലാണ് വചനം എന്ന പാൽ. ഈ ഓശാനയില് സിംബോളിക്കായിട്ട് എഴുതിയേക്കുന്നത് പാൽ കുടിക്കുക എന്ന് എഴുതിയിട്ടുള്ളൂ. ഇംഗ്ലീഷില് ദി വേർഡ് ഓഫ് മിൽക്ക് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ രക്ഷയിലേക്ക് വളർന്നു വരാൻ ഒരൊറ്റ പണിയുള്ളൂ, ഒറ്റ പരിപാടിയുള്ളൂ. അപ്പൊ ആലോചിച്ചു, രക്ഷിക്കപ്പെട്ടു, ബൈബിൾ വായിക്കില്ലാത്തവൻ ഏത് സ്ഥിതിയിലായിരിക്കും കിടക്കുന്നത്? എങ്ങനെയായിരിക്കും? ഓക്കെ, 25 വയസ്സായ കൊച്ചിങ്ങനെ മലന്ന് കിടന്ന് കുപ്പിയിലൊരു പാലും നിപ്പിളുമായിട്ട് കുടിച്ചുകൊണ്ട് കിടക്കുവാണ്, എങ്ങനെയിരിക്കും? എന്ത് പറയുക അതിനെ കുറിച്ച്? അല്ലെന്ന്. അപ്പൊ ഈ പല വിശ്വാസികൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് 10 വർഷമായവരുണ്ട്, 15 വർഷമായവരുണ്ട്, നീതിയുടെ വചനത്തിൽ സുശിക്ഷിതരല്ല, ശരിയും തെറ്റും വിവേചിച്ച് അറിയാൻ അറിയത്തില്ല. 10 വർഷമായി, പക്ഷെ ഇപ്പോഴും പാല് കുടിക്കുന്നത് എങ്ങനെയാ? പാല് കുടിക്കണമെങ്കിൽ കുപ്പി നിപ്പിളും വേണം, അല്ലെങ്കിൽ കുടിക്കാൻ അറിയില്ല, ഗ്ലാസ്സിൽ നിന്ന് കുടിക്കാൻ അറിയില്ല. അങ്ങനത്തെ ഒരു ദുരവസ്ഥയിലെ ക്രിസ്തീയ കോളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കള്ളപ്രവചനങ്ങളും നോക്ക്. കർത്താവ് പറഞ്ഞു അന്ത്യകാലത്ത്, പരിശുദ്ധാത്മാവ് എഴുതിയ കർത്താവ് തന്നെ പറഞ്ഞു അന്ത്യകാലത്ത് ദുർഘട സമയമല്ല, കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകരും പ്രത്യക്ഷപ്പെടും, എല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പൊ ആർക്കെങ്കിലും ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ ഇതൊക്കെ കള്ളപ്രവചനങ്ങളാണ്, കള്ള സുവിശേഷമാണ്, കള്ളപ്രവാചകനാണ്? ഇന്ന് കള്ളപ്രവാചകർ ലോകത്തിൽ ഇല്ലാത്തതിന്റെ റീസൺ കർത്താവിന്റെ പ്രവചനം തെറ്റിപ്പോയത് കൊണ്ടല്ല, നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ സുശിക്ഷിതരല്ലാത്തത് കൊണ്ട് ഇന്നത്തെ കള്ളപ്രവാചകന്മാരെ കള്ളപ്രവാചകരാണെന്ന് തിരിച്ചറിയാൻ അറിയില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, പക്ഷെ എല്ലാം പരിശോധിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇഫ് യു ആർ നോട്ട് ആൻ ആർഡന്റ് ലേണർ ഓഫ് ദി സ്ക്രിപ്ചർ, യു ആർ നോട്ട് എ ഡിസൈപ്പിൾ ഓഫ് ദി ലോർഡ്. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ലേണർ ആൻഡ് പ്രാക്ടീസർ. ഡിസൈപ്പിളിന്റെ ഡെഫിനിഷൻ തന്നെ അതാ, ഗുരുവിൽ നിന്ന് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവനാണ് ശിഷ്യൻ. നമ്മളെല്ലാവരും പറയും വി ആർ ഓൾ ഡിസൈപ്പിൾസ്. അറ്റ് ദി സെയിം ടൈം ഡിസൈപ്പിൾ ആണെങ്കിൽ എന്നും മരണം വരെ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവൻ മാത്രമേ ഡിസൈപ്പിൾ ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ഡിസൈപ്പിൾ ആകത്തില്ല.
നമ്മൾ പലരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരാ. ഇനി ഫർദർ PhD കഴിഞ്ഞ് പോസ്റ്റ് റിസർച്ചും കഴിഞ്ഞിരിക്കും. പിന്നെ ഫർദർ ഇല്ല. PhD ദെൻ പോസ്റ്റ് റിസർച്ച് ഉണ്ട്, പോസ്റ്റ് PhD. അത് കഴിഞ്ഞ് ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, ആത്മാർത്ഥമായിട്ട് ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും അല്ല, നമ്മൾ വി ആർ ജഡ്ജിങ് അവർ സെൽഫ്സ്. നമുക്ക് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യത്തിൽ അറിവ് കുറവുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നു? എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അറിവ് കുറവുണ്ടെന്ന് തോന്നുന്ന ആരും ഒരു വിശ്വാസിയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഏത് ടോപ്പിക്കും സംസാരിക്കും. മുൻനിർണയത്തെക്കുറിച്ച് പറഞ്ഞാൽ മുൻനിർണയം പറയും, മുൻനിർണയം അല്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയും, കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ചോദിച്ചാൽ അതെല്ലാം പറയും, റെവലേഷനെ കുറിച്ച് പറഞ്ഞാൽ ചില ആദ്യം വായിക്കുന്ന ബുക്ക് തന്നെ റെവലേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞേ അല്ല, നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി. നമുക്ക് ഈ തിങ്സ് പെർട്ടൈനിങ് ടു ദി ലോർഡ് അല്ലെങ്കിൽ സ്ക്രിപ്ചറിനെ കുറിച്ച് എനിക്ക് അറിവ് കുറവുണ്ടെന്ന് യഥാർത്ഥ ബോധ്യമുള്ള എത്ര പേരുണ്ട്? യഥാർത്ഥ ബോധ്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ബി ഏണസ്റ്റ്ലി സ്റ്റഡിങ് ദി സ്ക്രിപ്ചർ. അല്ലെങ്കിൽ അറിവ് കുറവുണ്ട്, ഇതിൽ സ്യൂഡോ ഹ്യൂമിലിറ്റി ഉണ്ട്, എനിക്ക് ഒരു അറിവില്ല എന്ന് കള്ള ഹ്യൂമിലിറ്റി പറയുന്ന ഒത്തിരി പേരുണ്ട്. റിയൽ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് ലേണിംഗ് ദി സ്ക്രിപ്ചർ. അപ്പൊ പ്രവചനം ഒന്ന് റിട്ടൺ സ്ക്രിപ്ചർ ഉണ്ട്, പിന്നെ ഈ വോക്കലായിട്ട് വരുന്ന സ്ക്രിപ്ചർ അല്ല പ്രവചനമുണ്ട്. ഈ വോക്കലായിട്ട് വരുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എടുക്കണമെന്നില്ല, അഗാബാസ് പറഞ്ഞ ടൈപ്പ് ഉള്ള പ്രവചനം ഇന്നും ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമോ? നമ്മൾ പറയാറില്ലേ, പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കൊടുക്കുന്നതാണ്, കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം അഗാബാസ് എന്താ അതിന്റെ പറഞ്ഞു? അതെ. അപ്പോ നോക്ക്, ആക്സ് 11 എടുക്കുമ്പോൾ അപ്പൊ അതിനെ പൊതുവെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അതിന് ഒത്തിരി ഡേഞ്ചർ ഉള്ളത് കൊണ്ട്, ഇപ്പൊ ഡേഞ്ചർ ഉള്ള ഒരു സാധനം വേണ്ടാന്ന് വയ്ക്കുവാണ് ചെയ്യേണ്ടത്, ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് റെമഡി ഫോർ മിസ്യൂസ് ഈസ് നോട്ട് നോൺ യൂസ് ബട്ട് റൈറ്റ് യൂസ്. 11:28 തുടങ്ങി വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കും. അക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകർ അന്ത്യോക്യയിൽ ചെന്നു. അവരിൽ അഗബോസ് എന്ന് പേരുള്ള ഒരാൾ എഴുന്നേറ്റ് ആത്മാവിനാൽ പ്രചോദിതനായി ലോകമാസകലം വലിയൊരു ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. ക്ലൗദിയോസിന്റെ കാലത്ത് അത് സംഭവിക്കുകയും ചെയ്തു. മതി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരാൾ ഭാവിയെ കുറിച്ച് പറഞ്ഞാല് ദാറ്റ് ഈസ് ഓൾസോ ദെയർ ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. അപ്പൊ ഈ വോക്കലായിട്ട് വരുന്ന പ്രവചനങ്ങളിൽ ക്യാൻ ബി അബൌട്ട് ദി ഫ്യൂച്ചർ. എന്നാല് അഗബാസ് പറഞ്ഞൊരു പ്രവചനം കൂടെ ഉണ്ട്, ആക്സ് 21. ഇത് ഒരു വളരെ അപകടം പിടിച്ച മേഖലയാണ് എന്ന് കരുതി ബൈബിളിലുള്ള കാര്യത്തിൽ നമ്മൾ ഒരു സ്ഥലം നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ഏരിയ. കാരണം ഇതിനകത്ത് കള്ളപ്രവാചകന്മാരിൽ പെട്ട് നശിച്ചു പോയേക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഐ ക്യാൻ സൈറ്റ് ആൻ എക്സാമ്പിൾ. അമേരിക്കയിൽ എനിക്ക് പരിചയമുള്ള ഒരാള്, അമേരിക്കയിൽ ഉള്ളൊരു അച്ചായന് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അങ്ങേരുടെ സഭയിലെ ഇതുപോലെയുള്ള ഒരു പ്രവാചിക എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഹസ്ബൻഡും വൈഫും കൂടെ പിരിയണമെന്നാണ് ഇപ്പോൾ ദൈവത്തിന്റെ ഹിതം. നൗ ഇസ് ദി റൈറ്റ് ടൈം. ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിൽ പോയേക്കുവാണ്, ഇപ്പൊ നൗ ഇസ് ദി ടൈം ഫോർ യു ടു ആക്ട്. ആ സ്ത്രീ ഇത് ദൈവത്തിന്റെ പ്രവചനമാണെന്ന് വിചാരിച്ച് ഈ ഭർത്താവിന് തിരികെ അമേരിക്കയിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന അച്ചായനെ ഞാൻ കണ്ടു പരിചയപ്പെട്ടത്. എന്നിട്ട് വളരെ കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ പിന്നെ അവർ റിക്കൺസൈൽഡ് ആയി. പക്ഷെ ഇതിനെല്ലാം കാരണഭൂതമായത് ഒരു പ്രവചനം. അപ്പോ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രവചനത്തെ ഇല്ല എന്തോ അതല്ലേ പ്രശ്നം. അത് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ദി സൗണ്ട് സ്ക്രിപ്ചറൽ നോളജ്. അതായത് ദൈവം യോജിപ്പിച്ചതിനെ ദൈവം ഒരിക്കലും വേർപെടുത്തില്ല, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തില്ല. അതേ പറഞ്ഞ അതുകൊണ്ടാണ് ഈ പ്രവചനം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫീൽഡായത് എന്ന് കരുതി നമുക്കത് കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 21 ഇത് ഞാൻ കേട്ടുകഥയല്ല, ഈ അച്ചായനോട് സംസാരിച്ചിട്ടുണ്ട്, അച്ചായൻ്റെ കൂടെ ഇരുന്ന് ഒത്തിരി ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് കണ്ണീരും കൈയായിട്ട്. അപ്പൊ ആ അച്ചായൻ തിരികെ പോകാനായിട്ട് ട്രൈ ചെയ്തപ്പോ പറ്റില്ല, തിരികെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് വാസ് ബ്ലോക്ക്ഡ്. അപ്പൊ ആ അച്ചായന്റെ ഹൃദയവേദനകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിമാനത്തെ യാത്ര ചെയ്തപ്പോ ഈ വിമാനം തകർന്ന് അങ്ങ് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നു, 2 മക്കളുമായിട്ട്. പക്ഷെ ഒരു പ്രവചനം. അപ്പൊ ഈ കള്ളപ്രവാചകന്മാർ അന്ത്യകാലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇന്ന് പ്ലെന്റിലി വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ 21 അധ്യായത്തിൽ ഇവിടെ അഗബാസ് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കോ. 21 മുഴുവൻ വായിക്കണ്ട, 10 തുടങ്ങി വായിച്ചാൽ മതി. ഞങ്ങൾ കുറെ ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ അഗബോസ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ യൂദയിൽ നിന്ന് അവിടെ വന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിന്റെ അരക്കച്ചെടുത്ത് തന്റെ കൈകാലുകൾ കെട്ടിയിട്ട് പറഞ്ഞു, ജെറുസലേമിലെ യഹൂദർ
ഈ അരപ്പട്ടയുടെ ഉടമസ്ഥൻ ഇതുപോലെ തന്നെ ബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത് പരിശുദ്ധാത്മാവ് വരവ് ചെയ്തു. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ജെറുസലേമിലേക്ക് പോകരുതെന്ന് അയാളോട് അപേക്ഷിച്ചു. ഇനിയുള്ള വേർഡ് ഹൃദയസ്പർശിയായിട്ടുള്ള പൗലോസിന്റെ കമ്മിറ്റ്മെന്റ് 13. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കരഞ്ഞ എന്നെ പിന്തുടരുകയാണോ? കർത്താവ് യേശുവിന്റെ നാമത്തിൽ വേണ്ടി ജെറുസലേമിൽ തടവിലാക്കാനും മരണം പോലും വിളിക്കാനും ഞാൻ ഒരുക്കമാണ്. അയാൾ വഴങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ കർത്താവിന്റെ രീതിയിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് ഡിസേൺമെന്റ്. നമുക്ക് അന്ന് ഞാൻ പറഞ്ഞ കേസിലെ നിങ്ങൾ ഹസ്ബൻഡും വൈഫും പിരിയണമെന്ന് പറഞ്ഞപ്പോൾ അവർ പിരിഞ്ഞു. പക്ഷെ പൗലോസിനോട് അഗബാസ് പറഞ്ഞു, ഈ ജെറുസലേമിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് യു ആർ ഗോയിങ് ടു ബി ഇംപ്രിസൺഡ്. അപ്പൊ ഇത് കേട്ട് ഓടി രക്ഷപ്പെടുവല്ലേ ഇത്? പൗലോസ് പറഞ്ഞു, ഇറ്റ്സ് ഗുഡ്, ആയിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. പക്ഷെ പൗലോസ് യാത്ര വേണ്ടാന്ന് വെച്ചോ? ഇല്ല. ഇതാണ് ദൈവവചനം അല്ലെങ്കിൽ പ്രവചനത്തെ ശോധന ചെയ്യണം, ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ എന്തു ചെയ്യും? എന്താ പ്രവചനം കാരണം ഞാൻ രക്ഷപ്പെട്ടു. എന്താണേലും ഈ അടി കൊള്ളാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതോ ആരും പ്രസംഗിച്ചിരുന്നു, ഉപവസിച്ച് അസിഡിറ്റി ഒന്നും ഉണ്ടാക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ പോലെ ഉപവസിച്ച് അസിഡിറ്റി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവൻ അസിഡിറ്റി ഉണ്ടാകാതിരിക്കും. അസിഡിറ്റി അല്ല അൾസറും ഉണ്ടാകും. അവസാനം ആമാശയം തന്നെ എടുത്തു കളയേണ്ടി വരും. അപ്പോ എന്നാല് ഈ ശരീരത്തിന്റെ സൗഖ്യം ദൈവത്തിൽ നിന്നാണെന്നും എന്റെ തലയിൽ ഒരു തലമുടി നാര് വീഴണമെങ്കിൽ സ്വർഗം അനുവദിക്കണമെന്നും ഒരു അസിഡിറ്റി ഉണ്ടാകത്തില്ല. ബൈബിൾ പറയുന്നത് എന്താ? ഉപവസിക്കുന്നവർക്ക് ബെറ്റർ ഹെൽത്ത് ദൈവം വാഗ്ദാനം ചെയ്തേക്കും അല്ലേ? ഐസിയ 58. അവർക്ക് അവരുടെ മുറിവ് വേഗത്തിൽ സൗഖ്യം, ഹീലിംഗ് വിൽ ബി സ്പീഡഡ് അപ്പ് എന്നാണ് ഉപവാസത്തിന്റെ ബ്ലെസ്സിങ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസിനോട് പറഞ്ഞു, ജെറുസലേമിലേക്ക് പോയി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവാ. ഇവിടെയാണ് നമ്മളൊക്കെ ഈ പ്രവചനത്തെ ശോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് അനുകൂലമല്ലാത്ത പ്രവചനം കേട്ടാൽ എന്ത് ചെയ്യും? അപ്പൊ തന്നെ വേണ്ടാന്ന് വെക്കും. എന്നാൽ ഈ പോകുന്ന വഴിക്ക് നിനക്കൊരു ലോട്ടറി അടിക്കാൻ പോവാ, അല്ലെങ്കിൽ ഒരു $200,000 കിട്ടാൻ പോവാന്ന് കേട്ടാൽ പ്രവാചകന് നല്ലതാവും. ആ പ്രവാചകന് ഇമ്മീഡിയറ്റ്ലി ഒരു $2,000 എങ്കിലും എടുത്ത് ഗിഫ്റ്റും കൊടുക്കും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പ്രവാചകർ, ഗൾഫിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് ആണ്. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ തന്നെ പറയും, നിന്നെ തലയാക്കാൻ പോവാണ്. കോമൺ ആയിട്ടുള്ള പ്രവചനങ്ങൾ, നിന്നെ തലയാക്കാൻ പോവാണ്. പിന്നെ ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ പോവാണ്. അതാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. കാരണം ഈ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പറയും, ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ പോവാണ്. ഞാൻ പണ്ടൊരിക്കലും ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴേ ഒരച്ചായൻ ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പൊ എൻ്റെ ഏർലി സ്റ്റേജെത്താം. അപ്പൊ ഇദ്ദേഹം പറയുവാണ്, ഇവിടെ ദൈവത്തിന്റെ കാര്യം വളരെ ശക്തിയോടെ പതിക്കാൻ പോവാണ്. ചില മരിച്ചവർ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇതൊക്കെ സംഭവിക്കാൻ പോവാന്ന്. ഈ മരിച്ചവർ ഉയർത്തെഴുന്നേക്കും, അല്ലെങ്കിൽ പ്രസംഗിച്ച ആളുകൾ മരിച്ചു പോയി പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ അതിനെ ജഡ്ജ് ചെയ്യൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ പ്രവചനങ്ങളും നമുക്ക് ക്രിസ്ത്യാനിറ്റി ഈസ് ഡൗൺ ടു എർത്ത്, പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ആണ്. ഈ അഗബാസ് ഇങ്ങനെ അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള പ്രവചനം അത് ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്നും ആകാം. ഇറ്റ് ക്യാൻ ബി എ വാർണിംഗ് ഫോർ അസ്. ഇപ്പൊ പൗലോസ് വാർണിംഗ് കൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തില്ല. ഇനി നമ്മുടെ കേസിൽ ചിലത് ചിലപ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറ്റാനായിരിക്കും. നമ്മൾ വായിക്കുന്നുണ്ട്, സ്വപ്നത്തില് ജോസഫിന് പലപ്പോഴും മെസ്സേജസ് കൊടുത്തു ദൈവം, അതുകൊണ്ട് ജോസഫ് അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇറ്റ് ക്യാൻ ബി. അപ്പോൾ ഈ ഒരു പ്രവചനത്തെ കുറിച്ച് ഇത്ര നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവചനം ഇല്ലാന്ന് എഴുതി തള്ളി കള്ളത്തരാന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, തെറ്റായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കരുത്. അത്രേ നമ്മൾ അതിൽ നിന്ന് അറിയേണ്ട കാര്യമുള്ളൂ. ഇതിൽ നിന്ന് അതുകൊണ്ട് ഇങ്ങനെ പ്രവചിക്കുന്ന ഒരാളുണ്ടെന്ന് കേട്ടാൽ ആ ആളുടെ അടുത്തേക്ക് പോയാലോ എൻ്റെ ന്യൂ ടെസ്റ്റാമെന്റ് ഇൻവാലിഡ് ആവും. കാരണം ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടെന്നിരിക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ദൈവത്തിന്റെ വാഗ്ദത്തം മറക്കരുത്. ജോൺ 16:13 വായിക്കുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അവകാശമാക്കാവുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവം അത് ചെയ്യുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്. ഇത്തിരി ബൈബിൾ വായിച്ച് ദൈവത്തോട് ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ ജീവിക്കുന്നവർക്ക് എല്ലാവരോടും ദൈവം ഇത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം എടുത്ത് നോക്കും. പിന്നെ ബൈബിൾ വായിക്കില്ലാത്തവർക്ക് ദൈവത്തിന്റെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റിംഗ് ചാനൽ ബൈബിൾ. അതിനകത്ത് ഒരു സംശയമില്ല. 16:13 സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നതെന്നും അവൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. അതെ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. ഇങ്ങനെയുള്ള ഒരനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ റിയലി ഫീൽ സാഡ് ആൻഡ് പിറ്റി അബൌട്ട് ഇറ്റ്. അതായത് നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം മുൻകൂട്ടി
ഇൻഫോം ചെയ്തിട്ടുള്ള ഒരനുഭവം പോലും ഇല്ലെങ്കിൽ സംതിങ് റോങ് വിത്ത് യു. ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഐ ഹാവ് സോ മെനി എക്സ്പീരിയൻസസ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ചാനൽ ഈസ് ടോട്ടലി ബ്രോക്കൺ. ഇന്റർനെറ്റ് ചിലപ്പോൾ അല്ലേ നോ കണക്ഷൻ വിത്ത് ദി ലോക്കൽ ഏരിയ കണക്ഷൻ ഫെയിൽഡ് എങ്കിൽ ഇത് ടോട്ടലി ഫെയിലായി കിടക്കുക. ഇൻട്രോസ്പെക്ട് ചെയ്യുക, മാനസാന്തരപ്പെടുക, റിലേഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. പ്രൈമർലി യു മേ നോട്ട് ബി എ പേഴ്സൺ ഹു ഈസ് സ്പെൻഡിങ് ടൈം വിത്ത് ദി ലോർഡ് ഇൻ റീഡിങ് ദി ബൈബിൾ. കാരണം ദൈവം പ്രൈമർലി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചാനൽ ബൈബിളാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും ടിൽ യുവർ ഡെത്ത്. അപ്പൊ ഇതുവരെ ഒരു ജീവിതാനുഭവം ഇല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ട്. എന്നും ഉണ്ടായിക്കൊള്ളുന്നല്ല. സോ മെനി തിങ്സ്. കാരണം ദൈവം നമ്മളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഭാവിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ന്യൂ ടെസ്റ്റ്മെന്റിലെ വായിക്കുക. ഇതൊരു പ്രവാചകൻ വന്ന് പറയുന്നല്ല പറഞ്ഞിരിക്കുന്നത്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചാലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കയറുള്ളൂ. ഇല്ലെങ്കിൽ യു ചെക്ക് യുവർ സാൽവേഷൻ. ദാറ്റ് ഇസ് മൈ സിൻസിയർ ആയിട്ടുള്ള അഡ്വൈസ്. ആരും ഉദ്ദേശിച്ച് പറയുന്നല്ല. യു ചെക്ക് യുവർ സാൽവേഷൻ. ഒരുപക്ഷെ റോങ് ആയിട്ടായിരിക്കും നമ്മൾ കർത്താവിൽ വന്നിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകത്തില്ല ജീവിതത്തിൽ. എന്താ പറയുക, മാനസാന്തരപ്പെട്ടിട്ടുള്ള മനുഷ്യർ വളരെ കുറവാണ് ലോകത്തിൽ. കാരണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമുള്ള ഒരു കേസാണ്. യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെടണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു പുതിയ സൃഷ്ടി ആകുക തന്നെ ചെയ്യും. ആകാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയേക്കുന്ന കർത്താവിന്റെ ടീച്ചിങ്സ് അങ്ങനെയാ. കർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരു തീരുമാനം തന്നെ എടുത്താൽ നമ്മുടെ ജീവിതം മാറിപ്പോകും. അങ്ങനെ തന്നെയല്ലേ എഴുതിയേക്കുന്നത്. ആകയാൽ പഴയതെല്ലാം കടന്നുപോയി 90% പുതിയതായി തീർന്നാണ് എഴുതിയേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നത് ലിസി? 99% എന്നാണ്. എത്ര ശതമാനം എന്ന് എഴുതിയേക്കുന്നത്? അപ്പൊ പെർസെന്റേജിൽ എത്രയാ? 100%. ആ പഴയ മനുഷ്യനും ഇപ്പൊ ഈ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ, ഈ സർക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ സർക്കിളിന്റെ യൂണിയൻ പഠിക്കും ഇല്ലേ? PDCക്ക് പഠിക്കുന്നത്. പണ്ടത്തെ കാലത്ത് 10ാം ക്ലാസ്സിലില്ല, ഇപ്പൊ ഉണ്ടെന്ന്. ഈ സർക്കിളിന്റെ യൂണിയൻ പഠിക്കുമ്പോൾ സർക്കിളിന്റെ യൂണിയൻ എങ്ങനെയാ മറ്റേ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഇനി AB പഠിച്ചിട്ടുണ്ടോ? സർക്കിളിന്റെ, അതായത് 2 സർക്കിളും വരച്ചിട്ട് ഈ 2 സർക്കിളും കൂടെ കൂടുന്ന ഒരു ഏരിയ ഉണ്ടാവും. അതാണ് സർക്കിളിന്റെ യൂണിയൻ. ആ പാർട്ട് എന്നാ ഇന്റർസെക്ഷൻ ആയിരിക്കും. ഞാൻ അല്ലെന്നാ ഇന്റർസെക്ഷനാ, സർക്കിളിന്റെ ഇന്റർസെക്ഷനാ കറക്റ്റ്. നമ്മൾ ഈ സെക്ഷനൊക്കെ മറന്നുപോയില്ലേ? അപ്പൊ ഈ ഇന്റർസെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ നടുക്കുള്ള ഏരിയ 2 സർക്കിളും അവരുടേതാന്ന് ക്ലെയിം ചെയ്യും എന്ന് പറഞ്ഞേക്കുന്ന പോലെ. ഇപ്പോ ഈ ശരിക്കും വീണ്ടും ജന്മം പ്രാപിച്ച 2 ഈ സർക്കിളുകൾ തമ്മിൽ ഒരു ഇന്റർസെക്ഷനും ഉണ്ടാകത്തില്ല, ടാൻജന്റും ഉണ്ടാകത്തില്ല. ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും സർക്കിൾ. അപ്പൊ ഇന്റർസെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക അതിന്റെ അർത്ഥം? എല്ലാം പുതിയ സൃഷ്ടി ആയിട്ടില്ല. പഴയ സാധനം കുറെ കിടക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്ന എല്ലാം പുതിയ സൃഷ്ടിയായിന്ന. അപ്പൊ നമ്മളിപ്പോഴും ഇഫ് യു ആർ തിങ്കിങ് ഇൻ ദി ഓൾഡ് വേ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ ആദ്യം കണ്ടു, പണ്ടുള്ള മനുഷ്യൻ അവന്റെ സമ്പത്തിനെ കുറിച്ച് അഭിമാനിക്കും, വിദ്യാഭ്യാസത്തെ കുറിച്ച് അഭിമാനിക്കും, ആരോഗ്യത്തെ കുറിച്ച് അഭിമാനിക്കും. ഈ സർക്കിൾ മാറിക്കഴിഞ്ഞാൽ ഇന്ന് അഭിമാനിക്കാനുള്ളത് എന്താ? കർത്താവ് മാത്രമേ ഉള്ളൂ. എല്ലാം കർത്താവ്, ആരംഭവും അവസാനം എല്ലാം കർത്താവ്. അവൻ ആദ്യവും അന്ത്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കർത്താവ്. ആദ്യം കർത്താവ്, അവസാനവും കർത്താവ്, എല്ലാം കർത്താവ്. അപ്പോ വാ തുറന്നാലും കർത്താവ്, ചിന്തിച്ചാലും കർത്താവ്. നമ്മൾ പറയാറില്ലേ, ഒരു മാപ്പിള പാട്ടിന്റെ ഈരടികൾ പറയാറുണ്ട്. എന്താ പോൾ ഈ പുതിയ പിള്ളേർക്ക് അറിയാവുള്ളൂ, യങ്സ്റ്റേഴ്സ്. നമ്മുടെ ജൂല് ലിനറ്റിനൊക്കെ അറിയായിരിക്കും. ലിനറ്റൊന്നും മറന്നിട്ടുണ്ടാവാൻ വഴിയില്ല. എന്താ പോണെന്ന് പറഞ്ഞു? ആ, ഇത് ബാത്റൂമിയുടെ കാര്യമല്ല നമ്മൾ പറഞ്ഞ്. അതെ, അല്ല, ഇത് ഞാൻ ലിറ്റിൽ ആയിട്ട് പറഞ്ഞു. I cannot forget my Lord even for 1 second. Second is not literally. ഒരു ഇലാസ്റ്റിക് വലിച്ചിട്ട് വിടുന്ന പോലെ I always means I cannot live without the Lord. ഒരു നിമിഷം പോലും കർത്താവിനെ പറഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലാതെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ബൈബിൾ എടുക്കുമ്പോൾ നോ. അപ്പൊ ഇല്ലെങ്കിൽ ഈ പുതിയ സൃഷ്ടി ആയേക്കുന്നതിൽ ഇത്തിരി പ്രശ്നമുണ്ട്. കാരണം നമ്മളവിടെ കേട്ടേക്കുന്ന പോലെ ശരി ചെല്ലു പറയില്ല, ഞാനാണ് ആദ്യം കടന്നു വന്നത് എങ്ങോട്ടാ? വിശ്വാസത്തിലോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. ഒരു സഭയിൽ നിന്ന് ഇങ്ങേ സഭയിലേക്ക് കടന്നു വന്നു. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാ, ഇസ്രായേലും യഹൂദ. ഇസ്രായേൽ എന്തിന്റെ നേടായിരുന്നു? സമുദായം. യഹൂദയോ ഇവിടെ വേർപാട് സഭ. അതാ റൈറ്റ് വേർഡ്. ഞാനത് ജോസ് പറഞ്ഞപ്പോഴാണ് ദാറ്റ് ഈസ് റൈറ്റ് വേർഡ്. അപ്പൊ യഹൂദ വേർപാട് സഭ. അപ്പൊ വേർപാട് സഭയുടെ സ്റ്റാർട്ടിങ്ങിൽ, യഹൂദയുടെ സ്റ്റാർട്ടിങ്ങിൽ
ദാവീദ് കോമൺ ആയിരുന്നു. ഇങ്ങോട്ട് വന്ന് അതിനകത്ത് ഹിസ്കിയ, യഹോശാഫാത്ത്, വീരന്മാരായിട്ടുള്ള ആസ, പല വീരന്മാർ ജീവിച്ചതായിരുന്നു. അങ്ങനെ ഈ വേർപാട് സഭകളുടെ ആരംഭകാലത്ത് എന്താ പറയുന്ന ലോകത്തെ വിറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ബട്ട് ഈ യഹൂദ നാട് കടത്തപ്പെടുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന്റെ ജസ്റ്റ് ബിഫോർ യഹൂദയുടെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? ദേശമെന്നല്ല, അതായത് ഇസ്രായേലിനേക്കാൾ ഫാർ ഇൻഫീരിയർ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല, നമ്മുടെ കാര്യം പോക്കാം, ഉറപ്പായിട്ട് പറയുന്ന. എന്നാൽ ഈ ഇസ്രായേലിൽ നിന്നും യഹൂദായിൽ നിന്നും ഒക്കെ ഒരു റെമനന്റിന്റെ ദൈവം ഈ അന്ത്യകാലത്ത് മാറ്റുന്നുണ്ട്. അത് യഹൂദായിൽ നിന്നുണ്ട്, അത് ഇസ്രായേലിൽ നിന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് ജെറമ്യാ ചാപ്റ്റർ 3 ഇസ്രായേലിൽ നിന്ന് യഹൂദയിൽ നിന്നൊക്കെ വേറെ. ജെറമ്യാ ചാപ്റ്റർ 3 അത് ഞാൻ ഈ പറഞ്ഞ സ്ഥലം. അതെ, അവിടെ നിന്ന് ഒരാൾ, ഇസ്രായേലിൽ നിന്ന് ഒരാൾ, ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് ഒരുത്തം വന്നു, മർത്തോമ സഭയിൽ നിന്ന് ഒരാൾ വന്നു, ഇനി വേർപാട് സഭ ഏതാ? ബ്രദറിൽ നിന്ന് ഒരാൾ വന്നു, ഒരു പെന്തിക്കോസ് സഭയിൽ നിന്ന് ഒരു തോമസ് വന്നു, ഒരു പെന്തിക്കോസ് സഭയിൽ നിന്ന് ഒരു ജൂല വന്നു, പിന്നെ പെന്തിക്കോസ് സഭയിൽ നിന്ന് ഒരു വർഗീസ് വന്നു, പിന്നെ മർത്തോമ സഭയിൽ നിന്ന് ഒരാൾ വന്നു, CSI സഭയിൽ നിന്ന് ഒരു ജൂവൽ വന്നു. അപ്പോൾ എല്ലാ സമുദായങ്ങളിൽ നിന്നേ നമ്മുടെ ഇസ്ലാമിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ദെൻ ഹിന്ദുസത്തിൽ നിന്ന് ഒരാൾ വന്നു. കാരണം എല്ലാവർക്കും ഒരാളേ ഉള്ളൂ, രക്ഷകനൊന്നേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമമുള്ളൂ, രണ്ടാമതൊരു നാമമില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ലാതെ രക്ഷിക്കപ്പെട്ട സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ടെന്ന് പറഞ്ഞ് ഞാനാണ് ഇങ്ങോട്ട് ആദ്യം കടന്നു വന്നതെന്ന് പറഞ്ഞ് ചെല്ലുന്ന ആൾ ചെന്ന് വിട്ടേക്കുന്ന സ്ഥലം ഏതാ? ഇസ്രായേലിനേക്കാൾ മോശപ്പെട്ട സ്ഥലത്താണ് ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലത്തും എല്ലാ കാലത്തും ഇതിൽ നിന്നെല്ലാം വേർപെട്ട് വന്നേക്കുന്ന ഒരു റെമനന്റ് ഉണ്ട്. രക്ഷിക്കപ്പെട്ട സഭ എന്ന് പറഞ്ഞൊരു സഭയില്ല. ഇതിനകത്ത് ഇച്ചിരി എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ചെന്ന് കെണിപ്പെടുന്നു. ഒത്തിരി ആൾക്കാർ നോക്ക്, കത്തോലിക്കയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വേദന കൊടുത്ത് വില കൊടുത്ത് രക്ഷിക്കപ്പെട്ടു വന്നവര് രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്ന് പോയി കല്യാണം കഴിക്കും. രക്ഷിക്കപ്പെട്ട സഭകൾ ഏതാ? രക്ഷിക്കപ്പെട്ട സഭയുണ്ടോ? ഉണ്ടോ റീസൺ? ഒരു സഭയില്ല. സാൽവേഷൻ ഇൻഡിവിജ്വലാ. പാവം അത് കഴിഞ്ഞിട്ട് ഈ 137 സങ്കീർത്തനം പാടി പിന്നീട് ജീവിതകാലം മുഴുവൻ കഴിച്ചു. 137 സങ്കീർത്തനം എന്താ? ഒരു ഫേമസ് ഇംഗ്ലീഷ് പാട്ട് അറിയാവുന്ന ജോലെ? ഇൻ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വി തോട്ട് അബൌട്ട് ജെറുസലേം, വി വെപ്റ്റ്. ഞങ്ങളുടെ അത് നോക്ക്, ഈ അന്യജാതിക്കാർക്ക് ജെറുസലേമിനെ കുറിച്ചുള്ള പാട്ട് കേൾക്കണം. നോക്ക്, ഈ കെട്ടിക്കൊണ്ട് വന്നേക്കുന്ന പെണ്ണ് ഈ കൂടടച്ച് രക്ഷിക്കപ്പെട്ടതിനെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്, സമുദായ രക്ഷയിലാണ് വന്നേക്കുന്നത്, രക്ഷിക്കപ്പെട്ട സഭയെന്നാ വന്നേക്കുന്നത്. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടതാന്ന് വിചാരിച്ച് പാവം കത്തോലിക്കൻ കല്യാണം കഴിച്ചു. അവൻ കുറെ വേദന കൊടുത്ത് വില കൊടുത്തൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നതാ. ഇവിടെ വന്നപ്പോ 137 സങ്കീർത്തനം പാടി ജീവിതം മുഴുവൻ കഴിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സാൽവേഷൻ ഈസ് പേഴ്സണൽ. അപ്പോൾ ഒരു സഭ വിട്ട് വേറെ സഭയിലേക്ക് പോയാൽ അവന്റെ ഗതി അധോഗതിയായി തീരും. കാരണം ഈ ഇവിടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരി പറഞ്ഞതാ, ഈ സഭയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ എല്ലാം ശരിയാന്ന് ഓർത്താ പോയത്. എന്താ ആലോചിച്ച് നോക്കി, പാവം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞ ഈ ഒരു ഡിസൈൻമെന്റ് മനുഷ്യർക്കില്ല, അതിന് കർത്താവ് ഉത്തരവാദിയൊന്നുമല്ല, ദൈവത്തിന്റെ വചനം എല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ അഗാബാസ് ടൈപ്പ് പ്രവചനം ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അറ്റ് ദി സെയിം ടൈം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ ശോധന ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവല്ല, എന്തൊരു അറിവുണ്ടായിരിക്കണം. അതായത് അത്യാവശ്യമായിട്ട് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ രക്ഷപ്പെടും. കാരണം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് വിട്ട് ഇവിടെ ചെന്നപ്പോൾ ചെന്ന ദിവസം മനസ്സിലായി ഇത് ചൊവ്വല്ല എന്ന് മനസ്സിലായി എന്നോട് പറഞ്ഞ ആൾക്കാർ. ദി ഫസ്റ്റ് ഡേ അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പോകേണ്ടതെന്ന് പറഞ്ഞ് കുറെ കാലം പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോയി സംഭവിക്കുന്ന എന്താ, വർഷങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈഫ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൈൻ മോർണിംഗിൽ ജീവിതം അവസാനിക്കും. ഇപ്പം വറീസൊക്കെ എടുത്ത പോലത്തെ ഒരു ഡിസിഷൻ, വറീസ് എടുത്ത ഡിസിഷൻ നല്ലതെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്നാൽ പഴയ സ്ഥലത്തേക്ക് തന്നെ പോയേക്കാന്നുള്ള ഡിസിഷൻ ശരിയല്ല. കാരണം അവിടെയും പോയില്ല ഇവിടെയും പോയില്ല, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള വേ. അപ്പൊ പരമാർത്ഥികളെ ദൈവം എങ്ങനെയെങ്കിലും രക്ഷിക്കുക, അതാ അതിൽ നിന്നുള്ള നമുക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ 1 John 2 എടുക്കുമ്പോൾ അത് വലിയൊരു വാഗ്ദത്ത, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട വാഗ്ദത്ത. കാരണം ഈ 21-ാം നൂറ്റാണ്ടിൽ കള്ളത്തരയില്ല, കള്ള സുവിശേഷം ഇല്ല എന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സത്യത്തെക്കുറിച്ചും കർത്താവിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നുണ്ടാണ്. കർത്താവിന്റെ സ്റ്റാൻഡേർഡിനെ നമ്മൾ വളരെ ലോ ആയിട്ട് കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിന്റെ കാര്യത്തിൽ എന്താ ഇത് നോക്കിയിട്ട് പോവാം. ജെറമ്യാ നമുക്ക് അറിയാവുന്ന ഓരോ സ്ഥലത്ത് നിന്ന്, ഒരു സിറ്റിയിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് ഓരോരുത്തരെ കൂട്ടിച്ചേർക്കുന്നു. വായിച്ചില്ലെന്നുള്ളൂ, ഞാനത് പറഞ്ഞു. 1 John 2 ഒന്ന് വായിച്ചു റീസൺ.
26 തുടങ്ങി വായിച്ചു. ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ളൊരു വായിക്കത്തെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. 1 John 2:26 തുടങ്ങി വായിക്കുന്നത്. നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ചൊല്ലിയാണ് ഞാൻ എഴുതുന്നത്. അവനിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്. പിന്നെ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അവ സത്യമാണ്, നുണയല്ല. അത് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുക. കാരണം ഇതൊക്കെയാണ് ഈ വചനം എടുത്ത് ആൾക്കാർ മിസ്കോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് പറഞ്ഞേക്കുവാണ് അവന്റെ അഭിഷേകം എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ആരും പഠിപ്പിക്കണ്ട. അങ്ങനെയാണ് ഈ ചർച്ചിൽ ഒരു ടീച്ചിങ് മിനിസ്ട്രി ടീച്ചേഴ്സിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് വെക്കുക ദൈവം. അപ്പൊ ഇതിൽ നിന്ന് എന്താ പഠിക്കണ്ടേ ഷാജ? കാരണം അതായത് ഒരു ഗിഫ്റ്റ് ടീച്ചിങ് ഒരു മിനിസ്ട്രി ബൈബിളിൽ അപ്പസ്തലന്മാര്, പ്രവാചകന്മാര്, പാസ്റ്റേഴ്സ്, ഇടയന്മാര്, ടീച്ചേഴ്സ്. അപ്പോ അതിനെ നള്ളിഫൈ ചെയ്യുന്നതാണോ ഈ വാക്ക്? എന്താ പറയുക, ഇതിന്റെ അർത്ഥം എന്താ? അല്ല, വളരെ സിമ്പിളാ. അതായത് ഈ പറഞ്ഞേക്കുന്നത് നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഇത് പറയുന്നത്. അവന്റെ അഭിഷേകം നിങ്ങളിലുണ്ടെങ്കിൽ ഈ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത്തിരി സ്പിരിച്വൽ ഡിസേൺമെന്റ് ഉള്ളവർക്ക് കള്ളന്മാരെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർ ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്, ഈ നടക്കുന്നതെല്ലാം ദൈവവേലയാണെന്ന് വിചാരിച്ച് പോയിരിക്കുന്നവരാണ് ഇതിന്റെ ഇരയായിത്തീരുന്നത്. ഇവിടെ യോഹന്നാനി പറഞ്ഞേക്കുന്ന ശരിക്കും പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് അവന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ഒരു അല്പമെങ്കിലും അഭിഷേകം അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു കണികയുണ്ടെങ്കിൽ കള്ളന്മാരെ ഈസി ആയിട്ട് ഡിസേൺ ചെയ്യാം. നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിനെക്കുറിച്ച് പേടിക്കണ്ട. അവന്റെ അഭിഷേകം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും വഞ്ചിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ വഞ്ചന ചെന്ന് പെടുന്ന ആരാ? അഭിഷേകം ഇല്ലാത്തതൊന്നുമല്ല. ദോസ് ഹു ആർ നോട്ട് സെൻസിറ്റീവ് ടു ദി ഹോളി സ്പിരിറ്റ്. രക്ഷിക്കപ്പെടാത്തവരെന്നല്ലേ പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവരൊക്കെയാ രക്ഷിക്കപ്പെട്ടതിനേക്കാൾ പെടാത്തതിനേക്കാൾ ഗതികേടി ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ? എല്ലാം വിശ്വസിക്കും, എല്ലാ വഞ്ചകരും വഞ്ചിക്കും, എല്ലായിടത്തും പൈസ കൊടുക്കും, എല്ലാ ട്രിക്കിലും ഡ്രാമയിലും ഒക്കെ ചെന്ന് ചാടും. ആരെങ്കിലും തലയെ കൈ ചെല്ലുന്നതിന് മുമ്പ് എങ്ങോട്ട് വീഴും? പുറകോട്ട് മറിഞ്ഞു വീഴും. കർത്താവിന്റെ സന്നിധിയിൽ പുറകോട്ട് മറിഞ്ഞു വീണ ഒരേ ഒരാള് ഉള്ളൂ എന്ന് സ്ക്രിപ്ചർ അറിയാമെങ്കിൽ കർത്താവിന്റെ കൂടെ നടന്നതിൽ പുറകോട്ട് മറിഞ്ഞു വീണ ആരാ? ലിൻഡ് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? കർത്താവിന്റെ സാന്നിധ്യത്തില് പുറകോട്ട് മറിഞ്ഞു വീണ ആരാ? ഒരാളേ ഉള്ളൂ, യൂദാസ് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ പുറകോട്ട് മറിഞ്ഞു വീഴുമ്പോ യു ആർ ജോയിനിങ് വിത്ത് യൂദാസ് എന്ന് അറിയാതെ നമ്മുടെ കൂടെയുള്ള ചില ആൾക്കാർ മറിഞ്ഞു വീണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറകോട്ട് മറിഞ്ഞു വീഴുമ്പോൾ യു ആർ ജോയിനിങ് വിത്ത് നോട്ട് വിത്ത് പീറ്ററും യോഹന്നാനും ഒക്കെ വാളുമായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയത് കർത്താവിന്റെ കൂടെ. പക്ഷെ യൂദാസിന് എന്ത് പറ്റി? അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ ആര് കൈ വെച്ചിട്ടോ കാല് വെച്ചിട്ടോ പ്രാർത്ഥിക്കും പുറകോട്ട് മറിഞ്ഞു വീഴുന്നവര് they are joining with യൂദാസ്. അപ്പോ കാരണം അവർക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം യൂദാസിനുണ്ടായിരുന്ന ബന്ധം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. നോക്കി ജോൺ ചാപ്റ്റർ 16 16 അല്ല 18 മുഴുവൻ വായിക്കണ്ട. അതിൽ 10 തുടങ്ങിയുള്ളതെന്ന് വായിക്കും. അപ്പോൾ ശിമോൻ പത്രോസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഊരി അല്ല 4 തുടങ്ങി വായിച്ചു. അപ്പോൾ യേശു തനിക്ക് സംഭവിക്കാനിരുന്നതെല്ലാം അറിഞ്ഞ് മുന്നോട്ട് വന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിച്ചു? അവർ അവനോട് പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാനാകുന്നു. അവനെ ഒറ്റിക്കൊടുത്ത യൂദായും അവരുടെ കൂടെ. അപ്പൊ കൂടുതൽ ആരുണ്ട്? യൂദാസ് ഉണ്ട്, വൺ ഓഫ് ദി അപ്പസ്റ്റോൾസ്. ഞാനാകുന്നു എന്ന് അവരോട് അവൻ പറഞ്ഞപ്പോൾ അവർ പിന്നോക്കം പോയി നിന്നു. അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കുമ്പോൾ 6 വായിച്ചു. Now when he said, I am he, they drew back and fell to the ground. അതെ, അവർ പുറകോട്ട് മറിഞ്ഞു വീഴുന്ന. അപ്പോ എന്നിട്ടും അവർ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തില്ല എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് അവരെല്ലാം കോൺഷ്യൻസിന് എഗൻസ്റ്റ് ആയിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ദൈവറപ്പിൽ ഇങ്ങോട്ട് നിന്ന് ആൾക്കാർ പുറകോട്ട് മറിഞ്ഞു വിടും. അപ്പൊ അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? ആരും തള്ളി മറിച്ചു വിട്ടതല്ല, ആരും തലയിൽ കൈ വെച്ചിട്ടല്ല. അപ്പൊ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് വേണമെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? പീലാത്തോസിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഈ രാത്രിയിൽ ഞാൻ അവൻ മുഖാന്തരം സ്വപ്നത്തിൽ വളരെ ക്ലേശം സഹിച്ചു. പക്ഷേ പീലാത്തോസിന്റെ സ്വന്തം കസേര ഉറപ്പിക്കാൻ വേണ്ടി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, അസൂയ നിമിത്തമാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് യൂദാസിന് പീലാത്തോസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ച ഈ പ്രൊഫസിയെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ, അപ്പം എവിടെയെങ്കിലും സ്റ്റേജിൽ പ്രാർത്ഥിച്ച ആൾക്കാരെ പുറകോട്ട് മറിച്ച് വീഴിക്കുകയാണെങ്കിൽ അവിടെ സന്നിഹിതനായിരിക്കുന്നത് ആരുടെ ആത്മാവാണ്? യൂദാസിന്റെ ആത്മാവാണ്. അപ്പൊ അതാണ് ഈ സ്ക്രിപ്ചറിനെ അല്ലെങ്കിൽ എല്ലാത്തിനും ശോധന ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ശോധന ചെയ്താൽ ആരും പുറകോട്ട് മറിഞ്ഞു വീഴാൻ വേണ്ടി പോകത്തില്ല. കാരണം ഇതിന്റെ പ്രസിഡൻസ് എന്ന് പറഞ്ഞ പുറകോട്ട് മറിഞ്ഞു വീണ ആള് എമോങ്സ് ദി ഡിസൈപ്പിൾസ് ഓഫ് ദി ലോർഡ് യൂദാസ. അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പുറകോട്ട് മറിഞ്ഞു വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഒരു സമയം യൂദാസിന്റെ റോൾ ആക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ ഈ പ്രവചനങ്ങളെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ സ്ക്രിപ്ചറിനെ കുറിച്ചുള്ള നോളജ് ഇല്ലെങ്കിൽ യു വിൽ ബി ഡിസീവ്ഡ്. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ തിരിച്ചറിയാനായിട്ട് അവന്റെ അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഇങ്ങനെ ഈ മറിച്ച് വീഴിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ അപ്പൊ ആ മീറ്റിങ്ങിന് എല്ലാവരും വളരെ ഉത്സാഹമായിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഈ ഒരാൾ മാത്രം പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ഇങ്ങനോട് ചോദിച്ചു, എല്ലാവരും വളരെ ആത്മീയ അനുഭൂതിയിലിരിക്കുമ്പോൾ സഹോദരൻ മാത്രം എന്താ പുറത്തിറങ്ങിപ്പോയെന്ന് ചോദിച്ചു. എനിക്കറിയാവുന്ന ആൾക്കാർ അത് എനിക്കിത് കണ്ടിട്ട് ഡ്രാമയായിട്ടും അഭിനയമായിട്ടും ഇതൊരു ഒരു ഒരു കൺകെട്ട് മാജിക്ക് പോലെ തോന്നുന്നത്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. നോക്ക്, ഇത്രയും നല്ലൊരു ഉണർവ് നടക്കുന്നതിനിടയിൽ ഇങ്ങനെ എന്താ പറയുന്നത് മാറി നിന്ന് എന്താന്ന് ചോദിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഈ ഉണർവ് നടത്തിയവർ തന്നെ ആ മറിച്ച് വീഴിക്കാൻ കൊണ്ടുവരുന്ന ആളെ പിന്നെ വിളിക്കാതായി. കാരണം കുറെ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ചൂട് പോയി. ഇപ്പൊ അറിയാലോ, ഇപ്പൊ ആരും പുറകോട്ട് എന്താ പരിശുദ്ധാത്മാവ് സ്ട്രാറ്റജി മാറ്റിയതാണ്. ഇപ്പൊ ആരും ഇല്ല, തലയൊക്കെ വെച്ച് പ്രാർത്ഥനയില്ല. ആലോചിച്ച് നോക്കാം, നമുക്ക് അതാ പറഞ്ഞ അവന്റെ അഭിഷേകം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം പുറകിൽ രണ്ടുപേരും നിൽക്കുക. എന്തിനു വേണ്ടിയാ? പിടിച്ചില്ല എന്ത് പറ്റും? അല്ല, തലയുടെ ബാക്കടിച്ച് വീണ ഡെഡ് ബോഡിയാ. കാരണം ഇവിടെ ഒരു ഞൊട്ട് കിട്ടിയ ആൾ മരിച്ചു പോകും തലയുടെ പുറകിൽ. എല്ലാ ജീവികളെയും കൊല്ലുന്നവർക്ക് അറിയാം തലയുടെ പുറകിൽ അടിച്ച ആൾക്കാർ കൊല്ലുന്നു. അപ്പൊ രണ്ടുപേരും പിടിക്കാൻ നിന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ നടുക്ക് ഈ വീണ് കിടക്കുന്നവർ പിന്നെ എഴുന്നേക്കില്ല ഒരിക്കലും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം കണ്ടിട്ട് ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന, അല്ലെ പ്രവർത്തിക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന കുറെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ വെച്ചിട്ടാണ് പിശാച് ഈ സ്ട്രാറ്റജി അന്തിക്രിസ്തുവിന്റെ വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്തിക്രിസ്തു വരുന്നത് അത്ഭുതത്തോടും അടയാളത്തോടും ആണ് ഡെഫിനറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എവിടെയൊക്കെ അത്ഭുതം അടയാളം നടക്കുന്നുണ്ടോ എന്ത് ചെയ്യണമെന്നാ? അതെല്ലാം ദൈവത്തിൽ നിന്നല്ല എന്നല്ല പറയണ്ടേ. യു ഹാവ് ടു ബി കോഷ്യസ്. അപ്പൊ വളരെ നമ്മുടെ എല്ലാ മെന്റൽ ഫാക്കൽറ്റീസും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അലേർട്ടാക്കി നോക്കി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അനലൈസ് ചെയ്തില്ല. ഇറ്റ്സ് നോട്ട് ജഡ്ജിങ്. കാരണം 1 John 4:1 പറഞ്ഞിരിക്കുന്നത് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം, അല്ലെ ജഡ്ജ് ചെയ്യണം എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളെല്ലാ ആത്മാക്കളും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോയാൽ നമ്മളെല്ലാം നശിച്ചു പോകും. അപ്പൊ നമ്മൾ ഈ പ്രൊഫസിയെ കുറിച്ച് ചിന്തിച്ചത്, റിട്ടേൺ പ്രൊഫസി ഉണ്ട്, അത് നമ്മൾ ശോധന ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് എന്താ പറയുന്നത്, ഉലയില് സ്വർണം പോലെ 7 തവണ ശുദ്ധി ചെയ്ത് കിട്ടിയേക്കുന്ന ദൈവത്തിന്റെ വചനം. അതിനെ ആരും ചോദന ചെയ്യേണ്ട ആവശ്യമില്ല. അത് ദി ബാറ്റിൽ ഓഫ് ആർമഗഡോൺ സംഭവിച്ചേ പറ്റൂ, അന്തിക്രിസ്തു വന്നേ പറ്റൂ, ജെറുസലേമിൽ ദേവാലയം ഉണ്ടായേ പറ്റൂ, യഹൂദര് തിരികെ ജെറുസലേമിൽ വന്നേ പറ്റൂ. ഇതെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കും. അതിനെ ശോധന ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഇൻഡിവിജ്വൽസിൽ നിന്ന് വരുന്ന പ്രൊഫസിയെ നമുക്ക് ശോധന ചെയ്യാനുള്ള എന്താ പറയുന്നത് പ്രാപ്തി ഇല്ലെങ്കിൽ ഫ്ലീ അവേ ഫ്രം ദി പ്രൊഫസി. അതാണ് ബെറ്റർ റെമഡി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. കാരണം അത് മുഖാന്തരം ഒത്തിരി, കാരണം സഭയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അത് ആ രീതിയിലുള്ള പ്രൊഫസി. ദെൻ ദി സെക്കൻഡ് പ്രൊഫസി, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചിന്തിക്കാം. ഈ 1 Corinthians 14 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സേഫ് ആയിട്ടുള്ള പ്രൊഫസി. പ്രവചിക്കുന്നവൻ ദൈവത്തിന്റെ വചനം മനുഷ്യരുടെ, അതായത് എൻകറേജ്മെന്റ്. ജസ്റ്റ് അത് വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം. 14:3 വായിക്കുമ്പോൾ 1 Corinthians 14:3 മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് അവരുടെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും സമാശ്വാസത്തിനുമായി സംസാരിക്കും. അത് ദൈവത്തിന്റെ വചനം കൊടുക്കുന്നതാണ്. അതാണ് സേഫ് ആയിട്ടുള്ള പ്രൊഫസി. അതെന്നും ഉണ്ടായിരിക്കും പ്രൊഫസി. പ്രവചനം ഇല്ലാത്ത സഭ അതൊരിക്കലും ശുദ്ധീകരിക്കപ്പെടത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ എഴുതിയേക്കുന്നത്. സഭ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്? only one way. എങ്ങനെയാ ശുദ്ധീകരണം എങ്ങനെയാന്ന് എഴുതിയത് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അതെ, തന്റെ മണവാട്ടിയെ കറ വാട്ടം ചുളുക്കമൊന്നുമില്ല, തന്റെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, മീൻസ് വചനം കൊണ്ട് കഴുകി 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 മണവാട്ടി മണവാളന്. അതുകൊണ്ടാണ് നമ്മളെന്നും പറയാറുള്ള പോലെ, ഇപ്പം എന്താ പറയുന്നത്, ഒരു വർഷത്തിൽ 3 ദിവസം അമേരിക്കയിൽ നിന്നൊരു സുവിശേഷം വന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു സുവിശേഷം വന്നു, ഓരോ ആത്മീയവർദ്ധനവും ഉണ്ടാകത്തില്ല. സഭയില് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി ആയിട്ട് ദൈവവചനത്തിന്റെ ടീച്ചിങ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻസിങ് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ദിവസം, ആണ്ടിൽ ഒരു ദിവസം ദൈവവചന ശുശ്രൂഷ ഉണ്ടായി, അല്ലെങ്കിൽ 3 ദിവസം ഒരു കൺവെൻഷൻ വെച്ചു. ഇതുകൊണ്ടൊന്നും ഒരു പരിപാടിയും നടക്കത്തില്ല. കോണ്ടംപററി കൾച്ചറാണ്. കത്തോലിക്കർക്ക് 8 നോയമ്പ് പെരുന്നാളുള്ള പോലെ പെന്തിക്കോസുകാർ ഒരു കൺവെൻഷൻ നടത്തും, മർത്തോമക്കാർ കൺവെൻഷൻ നടത്തും, അവർ നടത്തും. ഇതുകൊണ്ടൊന്നും മണവാട്ടി ഒരുങ്ങില്ല. മണവാട്ടി ഒരുങ്ങാനായിട്ട് Ephesians 5:26 എഴുതിയേക്കുന്ന ഇതാണ്,
വചനത്തോടുകൂടി ജലസ്നാനത്താൽ, അതായത് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി ആയിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് സഭയായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് മാനസാന്തരം വരിക തന്നെ ചെയ്യും, വരാതിരിക്കില്ല. ഒന്നുകിൽ മാനസാന്തരം വരും, അല്ലെങ്കിൽ ആ സഭയിൽ വരുന്നവർ ആ സഭയിലുള്ള വരവ് നിർത്തും. അത് തന്നെ നമ്മൾ ഫസ്റ്റ് ജോണിൽ വായിക്കുന്നത്. ജസ്റ്റ് അതോടെ ഒന്ന് വായിച്ചു, കാരണം സമയം കടന്നു പോയെങ്കിലും. ഫസ്റ്റ് ജോണില് യോഹന്നാന്റെ സഭയിൽ സംഭവിച്ച കാര്യം യോഹന്നാൻ എഴുതിയിരിക്കുന്നു. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2. അതിന്റെ നമ്മൾ ഈ ഇടയ്ക്കുള്ള കുഞ്ഞു ഹെഡിങ്ങുകൾ നമ്മുടെ അർത്ഥം കളയും. അതിന്റെ 15 തുടങ്ങി വായിക്കും. പെട്ടെന്ന് വായിച്ചാലും അത് വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം. ലോകത്തെയും ലോകത്തിലുള്ളവയെയും സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. ലോകത്തിലുള്ളതെല്ലാം മാംസദാഹം, കണ്ണുകളുടെ കാമാർത്തി, ജീവിതത്തിലെ അഹങ്കാരം എന്നിവയെല്ലാം ലോകത്തിൻ്റെതാണ്, പിതാവിൻ്റെതല്ല. ലോകവും അതിന്റെ ദുരാശകളും കടന്നു പോകും. ദൈവത്തിന്റെ അപേക്ഷ നിറവേറ്റുന്നവനോ എന്നത് നിലനിൽക്കും. കുഞ്ഞുങ്ങളെ, അവസാന നാഴികയായിരിക്കുന്നു എന്നും എതിർക്രിസ്തു വരുന്നു എന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ പല എതിർക്രിസ്തുമാരും ഇപ്പോൾ വന്നു കഴിഞ്ഞു. അങ്ങനെ അവസാന നാഴികയായെന്ന് നാം അറിയുന്നു. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ടു, എന്നാൽ അവർ നമ്മുടേതായിരുന്നില്ല. നമ്മുടേതായിരുന്നെങ്കിൽ അവർ നമ്മളോട് തുടരുമായിരുന്നു. അവർ പുറത്തു പോയത് തന്നെ അവരാരും നമുക്കുള്ളവരല്ലെന്ന് വ്യക്തമാക്കാനാണ്. നമുക്ക് ഈ യോഹന്നാൻ ഈ ലോകസ്നേഹം അല്ലെങ്കിൽ ലോകത്തിലുള്ളത് കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപമാണ് റിപ്പീറ്റഡ് ആയിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ വിട്ടുപോയി. അന്തിക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ അവിടെ പോയി. അവർ നമ്മുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു ജനറൽ നോളജ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്, അന്തിക്രിസ്തു വരുന്നത് എപ്പോഴും ക്രിസ്ത്യാനിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നായിരിക്കും. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്, അന്ത്യം അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അന്തിക്രിസ്തു ഒരിക്കലും ഇസ്ലാമിൽ നിന്നായിരിക്കില്ല വരുന്നത്, ഹിന്ദുസ്ഥിൽ നിന്നായിരിക്കില്ല വരുന്നത്, ബുദ്ധിസ്റ്റിൽ നിന്നായിരിക്കില്ല വരുന്നത്, നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കും. എന്നാൽ നമ്മുടേതല്ലാത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, അപ്പൊ ഈ യോഹന്നാൻ പഠിപ്പിച്ച കാര്യം പഠിപ്പിച്ചാൽ ഒന്നുകിൽ മാനസാന്തരപ്പെടും, അതിന്റെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകും. യോഹന്നാൻ പഠിപ്പിച്ചതാ, ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തിൽ സ്നേഹിക്കുന്നവരിൽ പിതാവിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കത്തില്ല. ലോകത്തിലുള്ളത് കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപമാണ്. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കത്തില്ല. ലോകം അതിന്റെ ഇച്ഛകളും കടന്നു പോകും. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവര് they will exist forever. അതാണ് നമ്മുടെ ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു